ദഖീറത്തുൽ ഖൈർ എന്ന കിതാബിൽ പറഞ്ഞ 8 തെറ്റുകുറ്റങ്ങളുണ്ട്. ആ തെറ്റുകുറ്റങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അയാൾക്ക് മരിക്കുന്ന സമയത്ത് ഈമാൻ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ആഖബഹുല്ലാഹു ബിസ്സൂഇൽ ആഖിബ, അയാൾക്ക് മോശ മരണം ഉണ്ടാവും. അതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ പ്രധാന പ്രമേയം. 8 തെറ്റുകുറ്റങ്ങളിൽ ഏതെങ്കിലും ഒരു തെറ്റ് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അയാളുടെ ആഖിബത്ത് ചീത്തയാവും, അയാളുടെ ആഖിബത്ത് മോശമാവും. 1, അക്കലു റിബ, പലിശ തിന്നുക. പലിശ ഇടപാടുണ്ടെങ്കിൽ അയാളെ കഥ പോക്കാം. അല്ലദീ അഅലമല്ലാഹു ഫീ കിതാബിഹിൽ അസീസ്, അല്ലാഹു തആല പലിശ തിന്നുന്നവരെ ഖുർആനിൽ അറിയിച്ചത് ബിൽ മുഹാറബത്തി മിൻഹു തആല വമിൻ റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളയും റസൂലുള്ളയും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു വിഭാഗമാണ് പലിശക്കാർ. ഒരാളെക്കുറിച്ചോ ഒരു വ്യക്തിയെക്കുറിച്ചോ ഒരു ഗ്രൂപ്പിനെ കുറിച്ചോ ഒരു തെറ്റിനെ കുറിച്ചോ അള്ള യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു അയാൾ ഈമാനില്ലാതെ മരിച്ചു പോകും എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളുടെ അൽ ഫതാവൽ ഹദീസിയയിൽ കാണാം. പലിശ ഇടപാട് കൂടിയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ലോണും ഇൻഷുറൻസും എല്ലാം ഹലാലാക്കാൻ വല്ല വകുപ്പുണ്ടോ എന്ന് പരതി നടക്കുന്ന കാലം. പാടില്ലടോ, അങ്ങനെ വണ്ടി എടുക്കരുതോടോ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണല്ലേ ഇൻഷുറൻസ്. അതെ അതെ അതെ, അത് വല്ല ആക്സിഡൻറ്റോ ആയിപ്പോയാൽ പിന്നെ നമ്മളെ വണ്ടി പണിയിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇൻഷുർ. ആവൂലെന്ന് കരുതണം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് എപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെല്ലണം. ചെല്ലലുണ്ട് ഉസ്താദെ, എന്നാലും ആക്സിഡൻ്റ് ആയാലോ. ഇതിനെന്നല്ല പറയൽ ഈമാനില്ല. തവക്കൽതു അലല്ലാഹ് എന്ന് കാറിന് സ്റ്റിക്കർ ഒട്ടിച്ചാൽ പോരല്ലോ, ഹൃദയത്തിൽ തവക്കലുണ്ടാണ്ടേ. ആചാര്യ മോളെ കല്യാണം എപ്പോഴാണ്? വരുന്ന 18-ാം തീയതി. ക്യാഷൊക്കെ എത്തിയിട്ടുണ്ടോ? ഒരാൾ ഒരു 4 ലക്ഷം തരാണ്ട് അത് തരും. പിന്നെ വേറൊരാൾ ഒരു 2 ലക്ഷം കിട്ടാണ്ട് അതും തരും. പിന്നെ ഒരാളോട് ഒരു 3 ലക്ഷം ചോദിച്ചിട്ടുണ്ട്, അയാൾ 1.5 തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉസ്താദ് അള്ള ഉണ്ടല്ല. എത്രാമത്തെ? 4-ാമത്തെ. ഇപ്പോഴത്തെ ഒരു പ്രശ്നം മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ ഈമാൻ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അള്ളാഹുവിലുള്ള വിശ്വാസം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കുക. പലിശ ഇടപാടുകാരെ കുറിച്ച് ഹദീസിൽ വന്നത് വറദ അനിസ് സ്വാദിഖിൽ മസ്തൂഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന ദിർഹമം മിൻഹു, പലിശയിൽ നിന്നുള്ള ഒരു ദിർഹം അശദ്ദു മിൻ സലാസി വസലാസീന സിന്യ, 33 വ്യഭിചാരത്തിനേക്കാൾ കടുപ്പാണ് പലിശ എന്നുള്ള ഒരു ദിർഹം എന്ന് ഹദീസിൽ വന്നത് ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. ഇത്ര ഗൗരവമുള്ള വിഷയമാണത്. പലിശയുടെ ഇടപാട് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അയാളെ കാര്യം പോക്കാം. ഏത് ലൈലത്തുൽ ഖദറല്ല, ഏത് ബറാഅത്ത് രാവല്ല, അയാൾ പലിശക്കാരനാണെങ്കിൽ അയാൾക്ക് എങ്ങനെ രക്ഷപ്പെടാനാ? ഇബ്നു ഹജർ റഹിമഹുല്ല തന്നെ അവിടുത്തെ സ്വന്തം അനുഭവം അവിടുത്തെ കിതാബിൽ പറയുന്നുണ്ട്. 27-ാം രാവ് റമദാൻ തൻ്റെ വാപ്പാൻ്റെ ഖബർ സിയാറത്തിന് വേണ്ടി പോയ അനുഭവമാണ് പറയുന്നത്. വാപ്പാൻ്റെ ഖബറിനടുത്ത് നിന്ന് യാസീൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ചപ്പുറത്തുള്ള ഒരു ഖബറിൽ നിന്ന് ഹാ ഹാ വളരെ പേടിപ്പെടുത്തുന്ന ശബ്ദം വരുന്നുണ്ട്. ഇബ്നു ഹജർ റഹിമഹുല്ല നോക്കി, ഇതേത് ഖബറിനാണ് ഈ ശിക്ഷ വരുന്നത്? കുറച്ച് സമയം കഴിഞ്ഞ ആ ശബ്ദം ഇല്ല. പിന്നെ വീണ്ടും ഹാ ഗൗരവത്തിൽ തന്നെ ശബ്ദം വരുന്നു. ആ ഖബർ അടയാളം വെച്ച് ഏത് ഭാഗത്താണ് ആ ഖബറെന്ന് ഓർമ്മിച്ച് മഹാനവറുകൾ അവിടുന്ന് പോന്നു. പലരോടും ചോദിച്ചു ആ ഖബർ ആരുടേതാണെന്ന്. ആർക്കും അറിയില്ല.
തല നിരച്ച ആൾക്കാരോട് ചോദിച്ചു, പഴമക്കാരോട്. അപ്പോഴാ പറയണത് അതൊരു ചെറുപ്പക്കാരൻ്റെ ഖബറായിരുന്നു. ചെറുപ്പക്കാരനായിരുന്നു അയാൾ നല്ല ബിസിനസ്സുകാരനാണ്. അയാൾ കുറച്ച് പൈസ ഒക്കെ ഉഷാറായി ബിസിനസ്സൊക്കെ നടത്തിയപ്പോൾ പലിശക്ക് കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അയാൾക്ക്. മെർച്ചൻ്റ് ഓഫ് വെനീസിലെ അഥവാ ഷേക്സ്പിയറിൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ, അതിലൊരു ഷൈലോക്കിൻ്റെ പണി, പലിശക്ക് കൊടുക്കൽ. അതാണ് 27-ാം രാവിൽ പോലും അയാൾക്ക് ശിക്ഷ ഒഴിവാവാതിരിക്കാനുള്ള പ്രശ്നം. കൂട്ടുകാരെ, നമുക്ക് പലിശ ബന്ധം ഉണ്ടാവാനേ പറ്റൂല. ഒരു കാരണവശാലും നമുക്ക് അതിൽ ബന്ധം ഉണ്ടാകാൻ പാടില്ല. പല പല ബിസിനസ്സുകളും ഹറാമായ ബിസിനസ്സുകൾ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. നേരത്തെ ക്യാഷ് അടച്ചാൽ ഇന്ന ആനുകൂല്യം, നേരത്തെ ക്യാഷ് തന്നാൽ ആ കാലത്തെ പൈസക്ക് തരാം. സ്വർണത്തിൻ്റെ ജ്വല്ലറിക്കാരും ഫർണിച്ചർ ഷോപ്പുകാരൊക്കെ നടത്തുന്ന ഏതേത് ബിസിനസ് ആണെങ്കിലും ഇതിലൊന്നും നമ്മൾ വീഴരുത്. നമ്മളൊരു ബിസിനസ്സിൽ ഏർപ്പെടുമ്പോൾ, ഒരു കാര്യത്തിൽ ഇടപെടുമ്പോൾ ഫിഖ്ഹ് അറിയുന്ന ആലിമീങ്ങളോട് നമ്മൾ ചോദിക്കണം, ഇത് പറ്റോ ഇല്ലയോ. ആ ബിസിനസ്സിൽ ഒരു ഉണ്ടല്ലോ ഇല്ലയോ എന്നുള്ളതൊന്നുമില്ല നമ്മളെ തെളിവ്. അതിൽ നമുക്ക് ഇടപെടാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമ്മൾ ശരിക്കും പഠിക്കണം. ഒരു ഉസ്താദിനോട് ചോദിക്കണം. ഫിഖ്ഹ് അറിയുന്ന ഉസ്താദുമാരോട് ചോദിച്ചിട്ട് മാത്രമേ നമ്മൾ അതിൽ ഇടപെടാൻ പറ്റുള്ളൂ. ആഖിറത്തിൽ കുടുങ്ങരുത്. അള്ളാഹു നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. മരണസമയത്ത് കഷ്ടപ്പെട്ട് പോകുന്ന, ഈമാൻ നഷ്ടപ്പെടുന്ന, ഈമാൻ ജീവിതത്തിൽ ഉണ്ടായിട്ട് മരണസമയത്ത് നഷ്ടപ്പെട്ടു പോകുന്ന 8 തെറ്റുകുറ്റങ്ങളിൽ രണ്ടാമത്തത് മുആദത്തു ഔലിയ ഇല്ലാഹി തആല വഅദാ ഉലമാഇദ്ദീൻ വബഗ്ദി അഹ്ലി ബൈത്തി ത്വാഹിരീൻ. ഔലിയാക്കളോട് ശത്രുത ഉണ്ടാവുക, ദീനിൻ്റെ ആലിമീങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കുക, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമായ സാദാത്തുക്കളോട് വെറുപ്പുണ്ടാവുക, ഗ്രൂപ്പുകളുടെ വൈജാത്യങ്ങളുടെ പേരിൽ ആലിമീങ്ങളെ വിലവെക്കാത്ത കാലമാണ്, സാദാത്തുക്കളെ ബഹുമാനിക്കാത്ത കാലമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരൊറ്റ ആലിമിനെയും ഒരൊറ്റ സയ്യിദിനെയും നിന്ദിക്കുന്ന വാക്ക് പ്രവർത്തനം നമ്മൾ ചെയ്യരുത്. അതല്ല സംഘടനാ പ്രവർത്തനം. ആരാ പറഞ്ഞ അതാ സംഘടനാ പ്രവർത്തനം എന്ന്? അപ്പുറത്തെ വിഭാഗത്തിലുള്ള ഏതെങ്കിലും ആലിമിനെ, ഒരു സയ്യിദിനെ കുറ്റപ്പെടുത്തലോ ആവേശ പ്രഭാഷണം നടത്തലോ ആണോ സംഘടനാ പ്രവർത്തനം? ഇതാണോ നമ്മുടെ ഉസ്താദുമാർ നമുക്ക് കാണിച്ചത്? അല്ല. ഒരൊറ്റ സയ്യിദിനെയും ഒരൊറ്റ ആലിമിനെയും നമ്മളായി വേദനിപ്പിക്കരുത്. ആരോടും ശത്രുതയോ വെറുപ്പോ നമുക്കുണ്ടാവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഖാദിമായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത ഉപദേശം എന്താണ്? ഐ ബുനയ്യ, ഓ കുഞ്ഞുമോനെ അനസേ, മോനെ, ഇൻ തകു, മോനിക്ക് പറ്റുവാണെങ്കിൽ, അൻ തുസ്ബിഹ വതുംസിയ ലൈസ ഫീ ഖൽബിക ഗിശ്ശുൻ ലിഅഹദിൻ, ആരോടും വെറുപ്പില്ലാതെ മോനിക്ക് ജീവിക്കാൻ പറ്റുവാണെങ്കിൽ ഫഫ്അൽ, മോൻ അങ്ങനെ ജീവിക്കണം. ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാര് പറയുന്നതാണ്, മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ മതമുള്ളവനാവട്ടെ ഇല്ലാത്തവനാവട്ടെ ആരോടും വെറുപ്പില്ലാതെ ജീവിക്കാനാണ് ഇസ്ലാം സിദ്ധാന്തിക്കുന്നത്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അങ്ങനെ മോൻ ജീവിച്ചാൽ മോൻ എൻ്റെ കൂടെ സ്വർഗത്തിലായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇതാണ് ഇസ്ലാം. ആരോടും വെറുപ്പ് നമുക്ക് പറ്റൂല. വിശേഷിച്ച് ആലിമീങ്ങളെ കുറ്റം പറയുന്നവരുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ കരുതൽ വേറെ ഏതെങ്കിലും ഒരു ടീമിനെയാണ്. നമ്മൾ പള്ളിയിൽ ഉസ്താദിന് എത്ര കുറ്റം പറയുന്നുണ്ടോ? ആ ഉസ്താദ് ഒഴിവായാലോ? ഒഴിവാവേണ്ടത് തന്നെയാണ്. എനിക്ക് അന്നേ പിടിച്ചിട്ടില്ല കേട്ടാ. ഇതല്ലേ നമ്മളെ സ്വഭാവം തന്നെ അല്ലേ? ഇതല്ലേ നമ്മളെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം തന്നെ. ശരിക്കും ലുഹൂമുൽ ഉലമാഇ മസ്മൂമാന്നല്ലേ? ആലിമീങ്ങളെ മാംസം വിഷാണ്, വിഷം. ലാ തഗ്തബൻ അഹദൻ ഫദ്ലൻ അനിൽ ഉലമാ, ഒരാളെയും ഗീബത്ത് പറയരുത്, വിശേഷിച്ച് ആലിമീങ്ങളെ പറയരുത്. കാരണം ആലിമീങ്ങളെ മാംസം എന്ന് പറഞ്ഞ വിഷ. അത് അറിയാതെ കഴിച്ചാലും മരിച്ചോ എന്ന് പറഞ്ഞാൽ ഈമാനങ്ങ് പോവും. ദുനിയാവിനോട് പ്രേമം തലയിൽ കയറിയത് കൊണ്ട് തന്നെ ഈമാൻ നഷ്ടപ്പെട്ടത് അയാൾക്ക് മനസ്സിലാവില്ല. അയാൾ ഈമാനൊക്കെ പണ്ടേ പോയിട്ടുണ്ടാവും.
ആ ഇലക്ഷൻ്റെ റിസൾട്ട് വന്ന സമയത്ത് ഒരു കോലം കത്തിക്കലോടെ കൂടി തന്നെ ഈമാൻ പോയിട്ടുണ്ടാവും. പിന്നെ അയാൾ പള്ളിയിൽ വരുന്നുണ്ടാവും, ഹജ്ജ് ചെയ്യുന്നുണ്ടാവും, വലിയ കൊടലുണ്ടാവുന്നേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. അയാൾ ഈമാൻ അങ്ങ് കാറ്റിൽ പോയിട്ടുണ്ടാവും. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ നെറ്റിയിൽ ഒരു തേള് വന്ന് കടിച്ചു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വേദനിച്ചപ്പോൾ ആ തേളിനൊന്ന് ചൊട്ടി, ആ തേള് താഴെ വീണു. ഫലമ്മാ അറാദു അൻ യഖ്തുലൂഹു, ശിഷ്യന്മാരൊക്കെ ഈ തേളിനെ കൊല്ലാൻ വേണ്ടി നോക്കിയപ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആലിമീങ്ങളെ മാംസവും ബ്ലഡൊക്കെ വിഷയല്ലേ, അല്ലേ, എന്നെ കടിച്ചല്ലേ ഇത്, നിങ്ങൾ വിട്ടേക്ക്, വിഷം കഴിച്ചാൽ മരിക്കൂലേ, നിങ്ങൾ എന്തിനാ പ്രത്യേകിച്ച് കൊല്ലണത്? അത് പറയുമ്പോഴേക്ക് ആ തേള് ചത്തുപോയിട്ടുണ്ട്. കണ്ടോ? പിന്നെ നമ്മൾ ആലിമീങ്ങളെ കുറ്റം പറഞ്ഞ് ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന ചോദ്യത്തിന് മഹത്തുക്കളുടെ മറുപടി, നിന്റെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ നഷ്ടപ്പെട്ടതും മറ്റൊന്ന് നിനക്ക് മനസ്സിലാവാത്തത്, നിന്റെ ഹൃദയത്തിൽ ദുനിയാവിനോടുള്ള പ്രേമമുള്ളതുകൊണ്ട് തന്നെ ആഖിറ നഷ്ടപ്പെട്ടത് മനസ്സിലായിട്ടുണ്ടാവില്ല. ഒരാലിമിനെയും ഒരു സയ്യിദിനെയും നമ്മൾ വെറുപ്പിക്കരുത്, വേദനിപ്പിക്കരുത്. ആരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, ആരാണ് അള്ളാഹുവിൻ്റെ വലിയെന്ന് നമുക്കറിയില്ലല്ലോ. നമ്മൾ ഒരാളെയും നിന്ദിക്കരുത്. ചെറിയ ഒരാളെ കണ്ടാൽ നമ്മൾ വിചാരിക്കേണ്ടത് എന്താ പറയുക, എൻ്റെ അത്ര തെറ്റ് ഇയാളെ ഏതായാലും ചെയ്തിട്ടില്ലല്ലോ എന്ന് വിചാരിക്കണം. അങ്ങനെ നമ്മൾ വിചാരിക്കണം. വലിയൊരാളെ കണ്ടാൽ എന്താ വിചാരിക്കണ്ടേ, എന്താ വിചാരിക്കണ്ടേ, മൂപ്പരത്ര ഇബാദത്ത് ഞാൻ ചെയ്തിട്ടില്ലല്ലോ. കണ്ട, അപ്പൊ SSF SYSനെയും മുസ്ലിം ജമാഅത്തിന്റെ ലീഡേഴ്സിനെയൊക്കെ കാണുമ്പോൾ വിചാരിക്കണം, ഇവരൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ട് സംഘടനയിൽ പ്രവർത്തിച്ചവരാ. മുസ്ലിം ജമാഅത്തും SYSകാരും SSFന്റെ കുട്ടികളെ കണ്ടാൽ വിചാരിക്കണം, ചെറിയ മക്കളെ പാവങ്ങളല്ലേ, അങ്ങനെ വിചാരിക്കണം. അങ്ങനെ ഒന്നിച്ച് പ്രവർത്തിക്കണം. അങ്ങനെയാണ് ഇസ്മായിൽ നബി ഇബ്രാഹിം നബിയും കാബ് നിർമ്മിച്ചത്. SSFന്റെ പ്രായത്തിലുള്ള ഇസ്മായിൽ നബിയും മുസ്ലിം ജമാഅത്തിൻ്റെ പ്രായത്തിലുള്ള ഇബ്രാഹിം നബിയും കൂടിയ കാബ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കുന്നത് നമുക്ക് പിന്നെ അനയിക്കുണ്ടാവാൻ പാടില്ലല്ലോ. നമ്മൾ കൂടെ നിന്ന് പ്രവർത്തിക്കണം, അടിപൊളിയായി പ്രവർത്തിക്കണം, ആരെയും ചെറുതാക്കരുത്. അള്ളാഹുവിൻ്റെ വലിയ ആരാണെന്ന് നമുക്കറിയില്ലല്ലോ, നമുക്കറിയില്ല. ചിലപ്പോൾ നമ്മൾ കളിയാക്കുന്ന ഒരാളായിരിക്കും അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ആൾ, നമുക്കതറിയില്ല. ഒരു നായ ഇങ്ങനെ ഓടുന്നുണ്ട്, അന്നേരം നമ്മളെന്താ ചിന്തിക്കണ്ടേ, ഈ നായ ഏതായാലും സ്വർഗത്തിൽ പോകുന്നില്ലെങ്കിലും നരകത്തിൽ പോകില്ല എന്ന് ഉറപ്പല്ലേ? നമുക്ക് ആ ഉറപ്പില്ലല്ലോ. ഇനി ആ പോയ നായ അസ്ഹാബുൽ കഹ്ഫിന്റെ നായയാണെങ്കിൽ നമ്മളെന്താ വിചാരിക്കേണ്ടത്, ആ നായ ഏതായാലും സ്വർഗത്തിലാണ്, നമുക്കതറിയില്ല. അപ്പൊ എല്ലാവരേക്കാളും ഞാൻ വളരെ താഴെയാണ് എന്ന് ചിന്തിക്കുമ്പോൾ വേറൊരാളെ കളിയാക്കൽ എന്ന സ്വഭാവത്തിലേക്ക് നമ്മൾ എത്തൂല. ഈ ആള് നിങ്ങളുടെ കൂടെ പഠിച്ച ആളാ, സ്ഥാപനത്തിൽ, മുഹിമ്മാത്തിൽ, മർക്കസിൽ, മൽഹറിൽ, സയദിയിൽ, അൽമക്കറിൽ. അപ്പോൾ എന്താ നമ്മൾ പറയേണ്ടത്? കുറച്ച് നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്നു, ജൂനിയറാണ്, അങ്ങനെ പറഞ്ഞാൽ മതി. അല്ലാണ്ട് എന്തും അറിയരുത്, വളരെ ചെറുതാക്കുന്ന രീതിയിൽ അല്ല എൻ്റെ എത്രയോ വർഷം ജൂനിയറാണെന്നൊന്നും പറയണ്ട. അതിനങ്ങനെ പറയണത് അയാളെ ചെറുതാക്കലല്ലേ ആ പരിപാടി. എൻ്റെ എത്രയോ വർഷം ജൂനിയറാണെന്ന് പറയരുത്. ചില ആൾക്കാരുണ്ട് അങ്ങനെ, ഈ പ്രവാസികളെല്ലാം നാട്ടിലെത്തിയേക്കാണ്, നിങ്ങൾ ചിത്താരിയുടെ ശിഷ്യനാണോ? ചിത്താരി കൻസുൽ മുസ്താദിനെ പറയണത്. അബുദാബിയിലൊക്കെ ചിത്താരി വന്നാൽ എൻ്റെ റൂമിലാണ് താമസിക്കൽ, പേരോട് പിന്നെ നമ്മൾ സ്ഥിരം പൊന്മള, പിന്നെ നമ്മളൊക്കെ എന്നല്ലേ. നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പണത്തിൻ്റെ ഹുങ്കും കിബറാണത്. അങ്ങനെയാണോ പറയല്? അതമില്ലാത്ത സംസാരമാണ് ആകെ. നിങ്ങൾ നോക്കൂ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയുടെ സഹോദരനാണല്ലോ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് ചോദിച്ചു, നിങ്ങളാണോ വലുത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണോ വലുത്? അബ്ബാസ് അങ്ങക്ക് ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലായി. പ്രായം കൊണ്ട് ആർക്കാണ് മൂപ്പ് എന്നാണ് ചോദ്യം. ആർക്കാണ് കൂടുതൽ പ്രായം, അതാണ് വലുത് എന്ന പ്രയോഗത്തിലൂടെ മൂപ്പര് ഉദ്ദേശിച്ചത് എന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി. പക്ഷെ പ്രയോഗത്തിൽ പ്രായമല്ല ചോദിക്കണത്, വലുത് എന്ന പ്രയോഗമാണല്ലോ ഉള്ളത്. നിങ്ങളാണോ വലുത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണോ വലുത് എന്നാ ചോദ്യം. അതിന് അബ്ബാസ് റളിയല്ലാഹു അൻഹു മറുപടി എന്താ അറിയോ? ഹു അക്ബറു മിന്നി, മുത്തുനബിയാണ് എന്നേക്കാൾ വലുത്. വവുലിത്തു ഖബലഹു, ഞാൻ റസൂലുള്ളാഹിന്റെ മുമ്പ് ജനിച്ചെന്നേ ഉള്ളൂ.
ഇതാണ് ഇസ്ലാം. ഇതിന്റെ പേരാ ഇസ്ലാം. ഇന്ന തസവ്വുഫ കുല്ലഹു ലഹുൽ അദബ് വമിനൽ അവാരിഫി ഫത്ലുബൻ ഹുവ അബ്ബില. അദബുണ്ടാണ് ജീവിതത്തിൽ, അദബുണ്ടാവണം. അപ്പൊ പള്ളിയിൽ ഒരു ചെറുപ്പക്കാരനായ ഇപ്പൊ അടുത്ത് ഫാരിഗായ ഒരു മോൻ ഖത്തീബായിട്ട് ഏറ്റു. ആ മോന്റെ പേര് ഷഫീഖ് ഹിമമി സഖാഫി. അപ്പൊ ഏത് ഹാജിയാരല്ല ഉപ്പാപ്പല്ല കൊല കൊമ്പനായാലും നാട്ടാറൊന്ന് ഓ ഷഫീഖ് എന്ന് വിളിക്കരുത്, ഹിമമി ഉസ്താദ്, സഖാഫ് ഉസ്താദ്. അതാണ് അതിന്റെ ഒരു അദബ്. കാരണം ആ ഇൽമിനെ ബഹുമാനിക്കണം. നിങ്ങൾ ചിലപ്പോൾ ആ കുട്ടിനേക്കാൾ 46 ആണ്ടിന് ബിരിയാണി വെച്ചിട്ടുണ്ടാവുമായിരിക്കും. അതല്ല, ആ ഇൽമിനെ നമ്മൾ ബഹുമാനിക്കണം. അദബുണ്ടാവും. ഏതെങ്കിലും സ്ഥാപനത്തിന് 2 ചാക്ക് അരി കൊടുത്തു എന്നതുകൊണ്ടോ തക്കാഫിൽ ഏറ്റെടുത്തു കൊണ്ടൊന്ന് കിബിറ് കാണിക്കരുത് എന്ന് നിങ്ങളോട് പറയണല്ല. പൊതുവെ ലൈവിൽ ആരെങ്കിലും അങ്ങനത്തെ ഉണ്ടെങ്കിൽ അവർ കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അതൊന്നും ഉണ്ടാവരുത്. ഏതെങ്കിലും ഒരു ഉസ്താദിന് കുറച്ച് സംഭാവന കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊന്നും കാണിക്കരുത്. നല്ല മനുഷ്യനായി റമദാൻ അതിനാണല്ലോ അള്ളാഹു നമുക്ക് തന്നത്. ഉള്ളിലുള്ള മുഴുവൻ ഉജ്ബും റിയാഉം കിബറും എല്ലാം കരിച്ചു കളയാനാണ് അള്ളാഹു റമദാൻ തന്നത്. അങ്ങനെയുള്ള എല്ലാ കൊഴുപ്പും കരിഞ്ഞു പോകണം റമദാൻ കഴിയുമ്പോഴേക്ക്. നന്നാവണം നമ്മളുടെ ജീവിതത്തിൽ. അങ്ങനെ വേണം. നമ്മളെ പേരിപ്പോൾ നോട്ടീസിൽ വന്നിട്ട് ഇപ്പം എന്താ കാര്യം? ഒരു ഹാജിക്കാൻ്റെ പേര് നോട്ടീസിൽ വന്നു എന്ന് വിചാരിക്കാം. മഴക്കാലത്താണ് ആ പരിപാടി നടക്കുന്നതെങ്കിൽ ആ നോട്ടീസ് ഇന്ന് രാവിലെ SSFൻ്റെ കുട്ടികൾ ഒട്ടിച്ച് വൈകുന്നേരം മഴ പെയ്താൽ ആ തെങ്ങിൻ്റെ മേലെ നിന്ന് ആ നോട്ടീസ് ഉതിർന്നു പോയില്ലേ? ഹാജിക്കാൻ്റെ പേരായിട്ട് അവിടെ നിൽക്കൂലോ, എല്ലാം പോയി. ഇനി വേനൽക്കാലത്താണെങ്കിൽ ആ നോട്ടീസ് ആ തെങ്ങിനെ ഒട്ടിച്ചെങ്കിൽ ഏതെങ്കിലും ജീവി വന്നിട്ട്, പശുവോ മറ്റു ജീവിയായിട്ട് വന്നിട്ട് നോട്ടീസ് കടിച്ച് തിന്നുമ്പോൾ എങ്ങനെ തിന്നല്ലേ? ആജിക്കാന്നിട്ട് തിന്നിട്ട് പോകും. ഇതിനാണല്ലോ കാര്യമായിട്ട് മൂപ്പര് സംഭാവന കൊടുക്കൂല എന്ന് പറഞ്ഞത്. നോട്ടീസിൽ ആ ഹാജിക്കാൻ്റെ പേരിൻ്റെ താഴെയാണ് എൻ്റെ പേര്, അതുകൊണ്ട് എൻ്റെ അടുത്ത് ഇനി സംഭാവനക്ക് വരേണ്ടതില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താ ഇത് കഥ? നിങ്ങൾ ആലോചിക്കേ. ഇത് നിങ്ങൾക്ക് ഈ അസുഖം ഉണ്ട് എന്നല്ല പറയണത്. ഈ അതിർത്തിയിലായിട്ട് അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടാൽ പറഞ്ഞു കൊടുത്തോളി എന്നുള്ളത് പറഞ്ഞ. അപ്പുറം പോയിട്ട് ഞാൻ അങ്ങനെ തന്നെ പ്രസംഗിക്കല്. ആ സൂക്കടമൊക്കെ ഉണ്ടാവരുത്. എന്താ ഇപ്പം ഈ നോട്ടീസിലൊക്കെ വന്നിട്ട് കാര്യം? എന്താ ഇപ്പം കാര്യം? എന്താ കാര്യം? ഇന്നത്തെ പരിപാടിയുടെ ഒരു പോസ്റ്റർ, ഒരു ബാനർ ഇവിടെ വെച്ചെന്ന് വിചാരിച്ചു. പരിപാടി കഴിയലോടുകൂടി മേശ വിരിയാക്കിയിട്ട് ആ ബാനർ വെക്കും. അപ്പോൾ നമ്മൾ ആരെയും നിന്ദിക്കാതിരിക്കണമെങ്കിൽ നമ്മളിൽ ഒരു സ്വഭാവം ഉണ്ടാകണം. എന്താ സ്വഭാവം? ഹത്തിം സ്വനമക വകുൻ ഇൻദ നഫ്സിക സഗീറാ. നിന്റെ ഉള്ളിൽ ഞാൻ എന്ന ബിംബത്തെ പൂജിക്കുന്ന സ്വഭാവം നീ നിർത്തണം. നീ എവിടെ പോയാലും ഞാൻ ഇരിക്കുന്ന കസേര, ഞാൻ ലൈവിലുണ്ടാവുക, ഞാൻ ക്യാമറയിലുണ്ടാവുക, എൻ്റെ മുഖത്ത് പൊടിയില്ലാതിരിക്കുക, എൻ്റെ തലീക്കെട്ട് ശരിയാതിരിക്കുക, ഇങ്ങനെ ഞാൻ 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 എന്നുള്ളതിനെ നീ പൂജിച്ചിട്ട് നടന്നാൽ നിന്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല മോനെ. സ്വനമക്ക, ഞാൻ എന്ന ബിംബത്തിനെ ആരാധിക്കൽ നിർത്തൂ. ആ ബിംബത്തിനെ നീ പൊളിക്കൂ. എന്നിട്ട് വക്കുൻ ഇൻദ നഫ്സിക സഗീറ, നീ നിന്റെ അടുത്ത് ചെറുതാവൂ. നീ നിന്റെ അടുത്ത് തന്നെ എപ്പോഴും ചെറുതാവണം. നീ നിന്റെ അടുത്ത് ചെറുതാവും. അതിനാണ് അള്ളാഹു റമദാൻ കരിച്ചു കളയുന്ന മാസത്തെ അള്ളാഹു തന്നത്. എല്ലാ കൊഴുപ്പും കരിച്ചു കളയണം. റമദാൻ കഴിഞ്ഞാൽ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ് പറയണത്. എല്ലാ ചോദ്യവും നേരിട്ട് ചോദിക്കൂല. ചിലത് നമ്മൾ വായിച്ചെടുക്കേണ്ട ചോദ്യമുണ്ട്. 30 ദിവസം ഹലാലായ ഭാര്യ അടുത്തുണ്ടായിട്ട് നീ ഒരു സുഖത്തിനും പോയിട്ടില്ല, എല്ലാ ഫുഡും ഉണ്ട്, നീ ഓവർ തിന്നിട്ടില്ല. എന്നിട്ട് റമദാൻ കഴിഞ്ഞതിന് ശേഷം നീ എന്താ പിന്നെ അന്യ പെണ്ണിനെ നോക്കുന്നത്? ഹലാൽ എന്നെ റമദാനിൽ നീ നോക്കിയിട്ടില്ലല്ല. എന്നിട്ട് എനിക്ക് പിടിച്ചേക്കാൻ കഴിയുന്നില്ലേ 30 ദിവസം കഴിഞ്ഞിട്ട്? എന്താണ് നിന്നെ ആ 30 ദിവസം പരീക്ഷണശാലയിൽ ഇട്ടിട്ട് നിനക്ക് എന്നെ ഞാൻ മനസ്സിലാക്കി തന്നില്ലേ? 30 ദിവസം നിനക്ക് നടക്കും, എനിക്ക് നന്നാവാൻ കഴിയും എന്ന് നിനക്ക് ഞാൻ ബോധ്യപ്പെടുത്തി തന്നില്ലേ? പിന്നെന്താ റമദാൻ കഴിഞ്ഞിട്ട് നീ പിന്നെ പഴയ തെറ്റിലേക്ക് തന്നെ പോണത്? ഇതാണ് ശരിക്കും റമദാൻ കഴിഞ്ഞിട്ട്. അതാണ് ഈ റമദാൻ കഴിഞ്ഞ ഉടനെ ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് അള്ളാഹു ഇന്റർവെല്ല് കഴിഞ്ഞ പാട് 6 നോമ്പ് ശവ്വാലിന്റെ സുന്നത്ത് നോമ്പാക്കി. എന്തിന്? നോമ്പ് നോക്കോന്ന് നോക്കാൻ വേണ്ടി തന്നെയാണ്.
നമ്മളോ അത് സുന്നത്തല്ലേ ഉള്ളൂ. സവാബുൽ ഹസനത്തി അൽ ഹസനത്തു ബഅദഹാന. ഒരു നന്മ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അടയാളാണ് അതേപോലത്തെ നന്മ പിന്നെയും മൂപ്പര് ചെയ്യും. അതിന്റെ അർത്ഥം ഒന്നാമത്തെ നന്മ സ്വീകരിച്ചിട്ടുണ്ട് എന്നാ. അപ്പൊ സെക്ടർ ഭാരവാഹിത്വത്തിലുള്ള ഒരു SSF കാരന്റെ സെക്ടർ കാലം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് ഡിവിഷനിലെത്തിയാലും സജീവാവും. അല്ലാണ്ട് എന്തു പറയൂല, സെക്ടറിന്റെ രസം കിട്ടുന്നില്ല, എന്താ പായസ. അതത് കാലത്ത് എന്താണോ അല്ലാഹു നമുക്ക് തന്നത് അത് പ്രവർത്തിക്കുക. SSFലുള്ള രസം SYസിൽ കിട്ടുന്നില്ല. അത് ഓരോ സംഘടനയുടെ സിസ്റ്റത്തിനനുസരിച്ചിട്ടല്ലേ രസം ഉണ്ടാവില്ല. അതിൽ നമ്മൾ സജീവമായിട്ട് പ്രവർത്തിക്കണം. റമളാൻ നോമ്പ് സ്വീകരിച്ചതിന്റെ അടയാളം എന്താ? റമളാൻ നോമ്പ് കഴിഞ്ഞിട്ട് അതാ ശവ്വാൽ നോമ്പ് നോക്കുന്നു. ഈ ഉദാഹരണം തന്നെ പറയുന്നുണ്ട് ലത്വാഇഫുൽ മആരിഫ് എന്ന കിതാബിൽ ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാഹ്. ഒരാളുടെ ഈമാൻ നഷ്ടപ്പെടുന്ന, മരിക്കുന്ന സമയത്ത് ആഖിബത്ത് ചീത്തയാവുന്ന മൂന്നാമത്തെ തെറ്റ് അൽ കലാമു ഇൻദ സമാഇൽ അദാൻ കമാ നഖലഹു സുയൂത്തി ഫി അദ്കാരിൽ അദ്കാർ അൻ ബഅദി അശ്യാഇഖിൽ ആരിഫീൻ. ഔലിയാക്കളിൽ നിന്ന് ഉദ്ധരിച്ച് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മഹുല്ലയുടെ അദ്കാറുൽ അദ്കാർ എന്ന ഗ്രന്ഥത്തിൽ കാണാം, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ദുന്യവിയായ സംസാരം ഉള്ളയാൾക്ക് മരിക്കണ സമയത്ത് നാവ് പടയും. അയാൾക്ക് എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം കഴിയൂല. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. കൂട്ടുകാരെ, ബാങ്കിനെ നല്ല ബഹുമാനിക്കണം. ബാങ്കിനെ ബഹുമാനിച്ച കാരണം കൊണ്ട് മാത്രം സ്വർഗത്തിൽ പോയ മനുഷ്യന്മാരൊക്കെ ഉണ്ട്. മരിച്ചതിന് ശേഷം എന്തുണ്ട് അവസ്ഥ എന്ന് സ്വപ്നത്തിൽ കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ കുട്ടികളൊക്കെ പാട്ട് പാടുമ്പോൾ ബാങ്ക് കൊടുക്കുന്നത് ഞാൻ സൈലന്റിന് വേണ്ടി പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് അല്ലാഹു സ്വർഗം തന്നു. കണ്ടോ, ബാങ്കിന് വലിയ കൂലിയാ. ബാങ്കിൻ്റെ ഓരോ അക്ഷരത്തിന് എത്ര കൂലിയുണ്ടെന്നറിയാം. ജവാബ് കൊടുത്താൽ ബാങ്കുകാരെ ബഹുമാനിക്കണം, ബാങ്കുകാരെ നിന്ദിക്കരുത്. അത് ഖിയാമത്ത് നാളുടെ അടയാളം. ബാങ്കുകാരെ അല്ല ബഹുമാനിക്കണം. ആഖിറത്തിൽ കൂടുതൽ സാലറി ഉണ്ടാവല് ബാങ്കുകാർക്കാണ്. ദുനിയാവിൽ ഖത്തീബിനാണെങ്കിലും ആഖിറത്തിൽ ബാങ്കുകാർക്കാണ് നല്ല സാലറി ഉണ്ടാവല്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്. ബാങ്കുകാരേക്കാൾ മഹത്വമുള്ളവർ ലോകത്ത് വേറെ ആരും ഇല്ലെന്ന് ഖുർആനിൽ കാണാം. അവരെ കുറിച്ച് ഹദീസിലുള്ളത് അത്വലുന്നാസി അനാഖ എന്ന. ബാങ്കുകാർ തല ഉയർത്തിയിട്ട് നിൽക്കും ആഖിറത്തിൽ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം വിചാരണ പേടിച്ചിട്ട് ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുമ്പോൾ ബാങ്കുകാർ എന്താ വിചാരണ വിളിക്കാത്ത കുറേ സമയം ട്രെയിൻ ലേറ്റാണോ? അവർ ഭയങ്കര അഭിമാനത്തോടെ നിൽക്കും അത്ര. ബാങ്കുകാർക്ക് വലിയ മഹത്വമുണ്ട്. കാരണം വലാ മദറുൻ വലാ ഹജറുൻ. ബാങ്ക് കേൾക്കുന്ന മുഴുവൻ കല്ലും മരങ്ങളും ബാങ്ക് കൊടുത്താക്ക് വേണ്ടിയിട്ട് സാക്ഷി വെക്കും സ്വർഗം കിട്ടാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ബാങ്ക് കേട്ട മുഴുവൻ വസ്തുക്കളും, പള്ളിയിലെ തൂണ്, പള്ളിയിലെ വാതില്, പള്ളിയിലെ ഫാന്, മുറ്റത്തുള്ള തെങ്ങ്, കല്ല്, ചരൽ കല്ലുകൾ എല്ലാം അയാൾക്ക് സാക്ഷി വെക്കും. ബാങ്കുകാർക്ക് സാക്ഷി വെക്കുമെന്ന് ഹദീസിലുണ്ട്. അതുകൊണ്ടാണ് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മോനെ നീ വിജനമായ സ്ഥലത്താണെങ്കിലും കുറച്ച് ഉറക്ക ബാങ്ക് കൊടുക്കണം. ഉറക്ക ബാങ്ക് കൊടുത്താൽ ബാങ്ക് കേട്ട കല്ലും മരങ്ങളൊക്കെ സാക്ഷി വെക്കുമല്ലോ. നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്കിയേ, ബാങ്ക് കേട്ട കല്ലും മരങ്ങളും ഒരാൾക്ക് അയാൾ സ്വർഗത്തിൽ പോകാൻ വേണ്ടി സാക്ഷി വെക്കുമെങ്കിൽ SSFൻ്റെ SYസിൻ്റെ ഒക്കെ യൂണിറ്റ് ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് യൂണിറ്റ് ഉണ്ടാക്കിയ ആളുടെ കൂലി എന്തായിരിക്കും? അവിടെ 5 കുട്ടികളായി, പിന്നെ ഒരു സുന്നി സെൻറ്റർ തുടങ്ങി, ഓഫീസായി, സ്രാമ്പി പള്ളി ആ ജമാഅത്ത് തുടങ്ങി, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മദ്രസ ജുമാഅത്ത് പള്ളി, അങ്ങനെ 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 230 വീടായി, 230 മെമ്പർഷിപ്പായി. അങ്ങനെ ആക്കുമ്പോഴേക്ക് ഈ SSFൻ്റെ കുട്ടി ആ 18 കൊല്ലം കഴിയുമ്പോൾ എന്തോ വല്ല അപകടത്തിലോ മരിച്ചിട്ട് മണ്ണറയിൽ എത്തിയിട്ടുണ്ടാവും. പക്ഷേ ഈ മഹല്ല് മതി അവൻ്റെ മണ്ണറ മണിയറയാക്കി കൊടുക്കാൻ. ദീൻ ഇല്ലാത്ത സ്ഥലത്ത് ദീൻ എത്തിച്ചവർക്ക് കിട്ടുന്ന കൂലി എന്തായിരിക്കും? ആ ഭൂമി മുഴുവൻ അവർക്ക് സാക്ഷിക്കുമല്ലോ. നമ്മളെ വിഷയം അതല്ല. ബാങ്കിനെ നല്ലോണം ബഹുമാനിക്കണം. കുറേ ബാങ്ക് ഒന്നിച്ച് കേട്ടാൽ ഒരു ജവാബ് കൊടുത്താൽ മതി.
ഉദാഹരണത്തിന് അല്ലാഹു അക്ബർ ഹയ്യാൻ അഷ്ഹദു അങ്ങനെ കേൾക്കുമല്ലോ നമ്മൾ ചിലപ്പോൾ യാത്രയിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് തന്നെ 4-5 ഒക്കെ പള്ളി ഉണ്ടെങ്കിൽ ഒറ്റ ജവാബ് കൊടുത്താൽ മതി. ഇനി ഒരു ബാങ്ക് കഴിഞ്ഞ് ജവാബൊക്കെ കൊടുത്ത് ഇരിക്കുമ്പോൾ അടുത്ത പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കും. അത് കേൾക്കുന്നുണ്ട്. അത് കൂടുതൽ ചിലപ്പോൾ യാത്രയിൽ കേൾക്കും. അങ്ങനെയാണെങ്കിൽ ഒന്ന് കൊടുത്തതിന് ശേഷമാണ് അടുത്ത് കൊടുക്കുന്നതെങ്കിൽ എല്ലാ ബാങ്കിലും ഇജാബത്ത് കൊടുക്കൽ സുന്നത്തുണ്ട്. ഒന്നാമത്തേതിന് കൊടുക്കൽ കൂടുതൽ സുന്നത്ത് കൂടിയാണ്. ബാങ്കിനെ നല്ല ബഹുമാനിക്കണം. ലക്ഷക്കണക്കിന് കൂലി കിട്ടും ബാങ്കിന് ജവാബ് കൊടുത്ത് തീരുമ്പോഴേക്ക്. ഭയങ്കര പ്രതിഫലം. അതിൽ അള്ളാഹു എന്ന് തുടങ്ങി അള്ളാഹു എന്നുള്ളതിൽ അവസാനിക്കുന്ന ദിക്റാണ് ബാങ്ക്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ലാസ്റ്റ് തീരുന്നതോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. കണ്ടോ, അള്ളാഹുവിൽ തുടങ്ങി അള്ളാഹുവിൽ അവസാനിക്കുന്ന ദിക്ർ. ബാങ്ക് കൊടുക്കുമ്പോൾ ആത്മാർത്ഥമായി ജവാബ് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ എല്ലാ പണിയും നിർത്തിയിട്ട് ജവാബ് കൊടുക്കണം. വേറെന്തെല്ലോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ജവാബല്ല, എല്ലാം നിർത്തി വെക്കുക. അത് കുട്ടികൾക്കും നന്നായി പഠിപ്പിച്ചു കൊടുക്കണം. ബാങ്കിനെ നിന്ദിച്ചാൽ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഔലിയാക്കളിൽ നിന്ന് ഉദ്ധരിച്ച് പറയുന്നു, അയാളുടെ ആഖിബത്ത് ചീത്തയാവും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നാലാമത്തത് എന്ത്? നാലാമത്തത് ഈമാൻ നഷ്ടപ്പെടുന്ന 8 തെറ്റുകുറ്റങ്ങളിൽ നാലാമത്തത് കമാഫി മിസ്ബാഹിൽ ഹിദായ എന്ന ഗ്രന്ഥത്തിൽ ഉള്ളതുപോലെ ഹുബ്ബുദ്ദുന്യ, ആഖിറം മറന്നിട്ട് ദുനിയാവിനെ പ്രേമിച്ചാൽ അയാളുടെ ആഖിബത്ത് ചീത്തയാവും. ഫകം മിൻ മുഹിബ്ബിൻ ലഹാ ഹീല ബൈനഹു വബൈന കലിമത്തി തൗഹീദ്. ദുനിയാവിനെ പ്രേമിച്ച് നടന്ന എത്ര ആളാ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കിട്ടാതെ കഷ്ടപ്പെട്ടത്. ബൽഅമ ബിൻ ബഅൂറയിനെ പോലെ, ഖാറൂനെ പോലെ. ഖാറൂൻ മുതലാളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇബാദത്തൊക്കെ ഉള്ള മുതലാളിയാണ്. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കുടുംബക്കാരനായിരുന്നു. മൂസാ നബിനോട് ദുനിയാവ് കിട്ടാൻ വേണ്ടി ദ്വാരുന്നു. മൂസാ നബി പല തവണ പറഞ്ഞിട്ടുണ്ട്, ദ്വാരക്കണ്ട ദ്വാരക്കണ്ട, ഞാൻ അള്ളാഹിനോട് ദ്വാരുന്ന ദുനിയാവ് കിട്ടും. ദ്വാരക്കാൻ പറഞ്ഞിട്ട് വേണ്ട മോനെ വേണ്ട മോനെ എനിക്ക് എന്തായാലും വേണമെന്ന് പറഞ്ഞ് ലാസ്റ്റ് ദ്വാരന്ന് കൊടുത്തു. മൂപ്പരിക്ക് കുറച്ച് ദുനിയാവ് കിട്ടി 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 കുറേ അങ്ങ് കിട്ടിയപ്പോൾ പിന്നെ സക്കാത്ത് കൊടുക്കാതായി. ദുനിയാവിനെ പ്രേമിച്ചു. മൂസാ നബിക്കെതിരെ പല ആരോപണങ്ങളും ഉയർത്തി. അവസാനം ഈമാനില്ലാണ്ട് മരിച്ചുപോയി. അത് ദുനിയാവ് കുറേ ആയാൽ അങ്ങനെയാ. ജെൻസിൻ്റെ ഷോപ്പ്, ലേഡീസിൻ്റെ ഷോപ്പ്, കിഡ്സിൻ്റെ ഷോപ്പ്, ഷോപ്പ് ഉദ്ഘാടനം കൊണ്ടുള്ള ഘോഷയാത്ര ആയിരിക്കും മുമ്പ്. പിന്നെ ദിക്കറിനില്ല, സ്വലാത്തിനില്ല, മഹ്ലറക്കില്ല, പരിപാടിക്കില്ല. എന്താണ് ആചാര്യ തീരെ വരുന്നില്ലല്ലോ, കാണുന്നില്ലല്ലോ, എന്ത് പറ്റി? മറുപടി ഷോപ്പ് ഉദ്ഘാടനം ഉണ്ടായിരുന്നു. ഷോപ്പ് ഉദ്ഘാടനം, പരിപാടിക്കില്ല, മക്കളും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ കുറച്ച് അങ്ങനെ ഹൈ ലെവലിലെത്തി തോന്നുമ്പോൾ ഞാൻ പിന്നെ പൊതുവേ 2 വിഭാഗത്തിൻ്റെ ആയാലും പരിപാടിക്കൊന്നും വരാറില്ല. പിന്നെ കുട്ടികൾക്ക് ട്യൂഷൻ, കമ്പ്യൂട്ടർ ക്ലാസ് ഒക്കെ ആയിട്ട് അങ്ങനെ പോകും. അവർക്ക് ദുനിയാവ് 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 ദുനിയാവ്. കണ്ടില്ലേ ചില ആൾക്കാരെ ഗൾഫിലേക്ക് പോകുമ്പോൾ ചെല്ലിയ ബദർ മൗലിദ് വരുമ്പോൾ ശിർക്കാണ്. താടിയെല്ലാം ഉഷാറായി, പാൻ്റെല്ലാം പൊന്തിയിട്ടുണ്ട്. ദോഹ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ജിബ്രീലിനെ കണ്ടിട്ടല്ല, ക്ലാസ്മേറ്റ് റൂംമേറ്റ്സ് ആയ ഒരുത്തൻ മുജാഹിദുകാരനുണ്ടായി. അതാ കാരണം. 2 ദിർഹമും 2 ദീനാറും കിട്ടുമ്പോഴേക്ക് ദുനിയാവിൻ്റെ ആളായി. ദുനിയാവ് തലി കയറിയാൽ മനുഷ്യന്മാരെ ആഖിറം മറന്നു പോകും. അതാണ് മക്കളോ ഒരൊറ്റൊരുത്തന് 4-5 ക്ലാസ്സിലെത്തുമ്പോൾ പിന്നെ പഠിക്കുന്നില്ല മദ്രസ. എന്താ കാരണം? വലുതായില്ലേ കുട്ടികളൊക്കെ, അത്യാവശ്യം പഠിച്ചില്ലേ. പിന്നെ ഈ കുട്ടികളൊക്കെ നിങ്ങളെ നോക്കി ഡിഗ്രിയും PGയും ഡിപ്ലോമയും സെറ്റും നെറ്റൊക്കെ ആയിരിക്കും. ഈ മക്കളെ കൊണ്ട് സ്വർഗം വാങ്ങാനാണല്ലോ മക്കളെ അള്ളാഹു തന്നത്. അള്ളാഹു പറഞ്ഞതു തന്നെ നിനക്ക് ഞാൻ തന്ന മക്കളെ കൊണ്ട് സ്വർഗം വാങ്ങൂന്ന. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ 6 മക്കളിൽ ഏതെങ്കിലും ഒരുത്തനെ കൊണ്ട് നമുക്ക് സ്വർഗം കിട്ടാൻ സാധ്യത ഉണ്ടോ? കിട്ടണ്ടേ? ഒരുത്തൻ FAMD, ഒരുത്തൻ MLT, ഒരുത്തൻ MBBS, ഒരുത്തൻ ആയുർവേദിക്, ഒരുത്തൻ CMA. ഒരൊറ്റെണ്ണത്തിന് ഇഖ്ലാബ്, ഇദ്ഗാമ്, ഇഖ്ഫാ, ഇദ്ഗാമും ബിലാവുന്ന ഇൽഹാർ അറിയില്ല. ഒറ്റൊരാൾക്ക് അറിയില്ല. ആലോചിച്ചു. നമ്മളെ നിലവിലുള്ള മക്കൾ എത്ര ആൾ നമ്മളെ മരിച്ചതിന് ശേഷം
ഖബറിൻ്റെ അവിടെ വന്നിട്ട് ഡെയിലി യാസീൻ ഓതും. വേണ്ട, ആഴ്ചക്ക് വേണ്ട, മാസത്തിൽ, കൊല്ലത്തിൽ വരാൻ സാധ്യത ഉണ്ടോ? ഇല്ലെങ്കിൽ ആചാര്യ 65 കൊല്ലം നഷ്ടല്ലേ? ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത്? എന്താ അന്ന് മഹ്ലറിൻ്റെ വാർഷികത്തിന് ഇല്ലാത്തപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞത്, സത്യം മക്കളെ പോറ്റണ്ടേന്ന്. നബിദിന പരിപാടിക്ക് കാണാത്തപ്പം ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? നമ്മ ഏതായാലും പഠിച്ചിട്ടില്ല, മക്കളെങ്കിലും പഠിക്കണ്ടേന്ന്. അടുത്ത ആണ്ട് പതിനീങ്ങൾ ആണ്ട് പരിപാടിക്ക് ഇല്ലാത്തപ്പം ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഓനേതോ ഒരു പുതിയ കോഴ്സിന് ചേർന്നിട്ട് എന്തോ ബീഫാമോ കോഴിഫാമോ എന്തോന്ന് ഫാമാന്ന് എന്താ അറിയില്ല എന്നിട്ട് അല്ലേ ഫീസ് അടക്കാന്നല്ലേ പറഞ്ഞത്. എന്നിട്ടിപ്പോൾ എവിടെ എത്തിയത് ഈ ഫാമൊക്കെ? മക്കളെ നന്നായി ഭൗതികമൊക്കെ പഠിപ്പിക്കണം. പക്ഷേ ആഖിറം വിറ്റിട്ട് ദുനിയാവ് വാങ്ങാൻ നോക്കിയാൽ ആഖിറും ഉണ്ടാവില്ല, ദുനിയാവും ഉണ്ടാവില്ല. നേരെ മറിച്ച് ദുനിയാവ് വിറ്റിട്ട് ആഖിറം വാങ്ങാൻ നോക്കിയാൽ അള്ളാഹ് ആഖിറും തരും, ദുനിയാവും തരും. ദുനിയാവിനോട് പ്രേമം തലയിൽ കയറിയ മനുഷ്യന്മാർക്ക് ദുനിയാവ് കൊടുക്കാൻ മടിയായിരിക്കും, സ്വതം കൊടുക്കാൻ മടിയായിരിക്കും. കറക്റ്റായി കൊടുക്കുള്ളൂ. ഒരാദ്യ പള്ളിയിലേക്ക് വരുമ്പോൾ 10 രൂപ എടുത്തിട്ടേ വരുള്ളൂ. ഒന്നിക്കിൽ ബനിയനിടും കീശയില്ലാത്ത. ബക്കറ്റ് വരുമ്പോൾ പറയും അല്ലാ കീശയില്ലല്ലോ. ഇനി കീശ ഉണ്ടെങ്കിൽ 10 രൂപ എടുക്കുള്ളൂ, കാരണം ഇടിട്ട് പോകും. പണ്ട് നമ്മളെ കുർദിക്ക് പോകുമ്പോൾ കിട്ടൽ 10 തന്നെ, ഇപ്പം കൊടുക്കുന്നത് 10 തന്നെ. ശരിക്കും ആ നോട്ട് നിരോധന കാലത്ത് 10 നിരോധിക്കേണ്ടിയിരുന്നത്. ഒരു പുരോഗതി നമുക്ക് വരുന്നില്ലല്ലോ അല്ലേ? നാലാമത്തത് അതാണ്. ഞാൻ എൻ്റെ പ്രസംഗം നിർത്താണ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ 60 മിനിറ്റാണ് പ്രസംഗിക്കാൻ, ഇനി 15 മിനിറ്റാണ് ബാക്കിയുള്ളത്. 5 ഈമാൻ നഷ്ടപ്പെടുന്ന 5ാമത്തെ തെറ്റ് അൽ കിബ്റു വൽ ഉജുബു വൽ ഹസദു വഹിയ സബബു ഇഹ്ലാകി ഇബ്ലീസ് വശഖാവതിഹി വഇഹ്ബാതി ഇബാദതിഹി 80,000 സനതിൻ വസായിദ അലാ മാ ഫീ ശറഹിൽ മവാഹിബി വഗൈരിഹാ. ഇബ്ലീസിൻ്റെ 80,000 കൊല്ലത്തെ ഇബാദത്ത് നഷ്ടപ്പെടാനുള്ള 3 തെറ്റുകുറ്റങ്ങളാണ് കിബിർ, ഉജുബ്, ഹസദ്. ഈ 3 തെറ്റിൽ ഏതെങ്കിലും ഒരു തെറ്റ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഈമാനും പോകും. എനിക്ക് കിബിർ ഇല്ലാന്ന് തോന്നൽ ഒരു കിബിറാണ്. എനിക്കോ കിബിറോ? എനിക്കങ്ങനെ കിബിറൊന്നുമില്ല. ശരിക്ക് ഇൽമ് പഠിക്കുന്തോറും പേടി കൂടും. സിദ്ദീഖിന് ദ്വാരക്കലൻ എന്താ അറിയോ? ഈ മരത്തിന്റെ കൊമ്പാറ്റായിരുന്നെങ്കിൽ ഏതെങ്കിലും ആടാറ്റം വന്ന് തിന്നിട്ട് പോയാൽ ആഖിറത്തിൽ ഹിസാബ് ഉണ്ടാവില്ലല്ലോ. ആരാ പറയണത്? സിദ്ദീഖ്. ഉമർ റളിയല്ലാഹു വഫാത്തായപ്പോൾ കവിൾത്തടം നോക്കിയപ്പോൾ 2 ചാലുണ്ടായിരുന്നു. അള്ളാഹിനെ ഓർത്തിട്ട് കാരണം കണ്ണീര് ഒഴുകിയിട്ട് കറുത്ത പാടുകൾ ഉണ്ടായിരുന്നു. അർ-റിഖത്ത് വൽ ബുകാഇൽ ഹാഫിദ് ഇബ്നു അബി ദുന്യ റഹിമഹുല്ലാഹ് എഴുതുന്നുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു നീണ്ട താടി നനയുന്നത് വരെ കരയും. അലി റളിയല്ലാഹു കരഞ്ഞ് നിലത്ത് കൊണ്ട് ആ നിലം മുഴുവനും വെള്ളം മറഞ്ഞ പോലെ ഉണ്ടാവും കണ്ണീര് കൊണ്ട്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ട് കണ്ണുനീർ തീർന്നിട്ട് അന്ധനായി പോയിട്ടുണ്ട്. കണ്ണുനീർ തീർന്ന അന്ധനാവും, ഉമനീർ തീർന്ന സംസാരിക്കാൻ കഴിയില്ല. അതാണ് അള്ളാഹു ചോദിക്കണത്, ഫമയഅതീകും ബിമാഇൻ മഈൻ, നിന്റെ കണ്ണിലും വായിലൊക്കെ വെള്ളം വറ്റിച്ചാൽ ആരടാ വെള്ളം കൊണ്ടുവരിക? കണ്ണീര് തീർന്നാൽ പിന്നെ കാഴ്ച ഉണ്ടാവില്ല. വായിൽ ഉമനീരില്ലെങ്കിൽ പിന്നെ സംസാരശേഷി ഉണ്ടാവില്ല. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കരഞ്ഞ് തീർന്നിട്ട് കണ്ണീര് തീർന്നു, എന്നിട്ട് പിന്നെ കാഴ്ച പോയി. ഡെയിലി 300 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു അള്ളാഹിനെ ഓർത്ത് കരഞ്ഞിട്ട് ലാസ്റ്റ് കണ്ണീര് തീർന്നിട്ട് പിന്നെ വരത്തെ ബ്ലഡാണ്. ഇത് വലിച്ചാൽ പിന്നെ ബ്ലഡാ വരിക. അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി മസജ്ത ദമൻ ജറാമി മുഖലത്തിൻ ബിദമി. കണ്ണീര് തീർന്നിട്ട് ബ്ലഡ്. ഞാൻ ഇതൊക്കെ വായിക്കുന്ന സമയത്ത് മുമ്പ് ആലോചിച്ചിരുന്നു, ശരിക്കും ഈ മഹാന്മാർ ഒരു തെറ്റും ചെയ്യാത്തവരാ, പിന്നെ എന്തിനാ ഇവർ ഇത്രയും കരയണത്? അതിന് ഇമാം ഷഅറാനി റഹിമഹുല്ലാഹ് തംബീഹുൽ മുഅ്തരിയിൽ മറുപടി പറയുന്നുണ്ട്, അള്ളാഹിനെ കൂടുതൽ അറിഞ്ഞവർ, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തവർ അവരായിരിക്കും കൂടുതൽ അള്ളാഹുവിനെ ഓർത്ത് കരയുക.
അള്ളാഹിനെ ഓർത്ത് കരയുക. അപ്പൊ നമുക്ക് കിബർ ഇല്ല എന്നല്ല, എനിക്ക് കിബർ ഉണ്ടോ എന്ന് പേടിക്കണം ശരിക്ക്. ഗസാലി ഇമാം റഹിമഹുല്ലാഹ് ഇഹ്യയിൽ പറഞ്ഞല്ലോ, ഒരാൾക്ക് വീട്ടിലേക്ക് സാധനം വാങ്ങിക്കൊടുക്കാൻ ഭയങ്കര മടി, എന്നാ അതിന്റെ കിബറിന്റെ അടയാളം. ഞാനാ കടയിൽ പോയിട്ടാ, ഞാൻ വലിയ ബിരുദെടുത്ത് മുത്തായമല്ലേ, ഇനിയിപ്പോ കടയിൽ പോയിട്ട് മത്തിയെല്ലാം വാങ്ങിയിട്ട് മാച്ചാൽ അത് ശരി, കിബറിന്റെ അടയാളാണത്. ഹോം ഡെലിവറി കാലത്ത് ജാഗ്രത, അത് ഉപയോഗിക്കാം, പക്ഷെ മടിയുണ്ടാവരുത്. അഹ്ലുകാർക്ക് ഖിദ്മത്ത് എടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മടിയുണ്ടായിന. ആയിഷ ബീവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബജീവിതം ചോദിച്ചു. ആയിഷ ബീവിയുടെ മറുപടി, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കള പണിയിൽ സഹായിക്കും, തിന്നിട്ടല്ല കേട്ടോ, അടുക്കള പണിയിൽ സഹായിക്കും, ബക്കറ്റ് ശരിയാക്കും, ചെരുപ്പ് തുന്നും, പാത്രം ശരിയാക്കി തരും, ആടിനെ കറന്നേരും. പിന്നെ ആയിഷ ബീവി പറയാ, പിന്നെ ഞാൻ എന്ത് ചെയ്താലും എൻ്റെ വേക്ക് തന്നെ വരും. ആര്? ഏഴാനാകാശത്തിന്റെ അപ്പുറവും സഞ്ചരിച്ച ലോക ഗുരുവിനെ കുറിച്ച് പറയാ, ഞാൻ എന്ത് ചെയ്താലും എൻ്റെ വേക്ക് തന്നെ വരും. ഞാൻ ഒരു ഗ്ലാസ് പാൽ കുടിച്ചാൽ ആ ഗ്ലാസ് വാങ്ങിയിട്ട് എൻ്റെ ബാക്കി പാല് ഞാൻ ചുണ്ട് വെച്ച അതേ സ്ഥലത്ത് തന്നെ ചുണ്ട് വെച്ചിട്ട് കുടിക്കും, എന്നെ സന്തോഷിപ്പിക്കാൻ. ഞാനൊരു മാംസ കഷ്ണം കടിച്ചാൽ എൻ്റെ 4 പല്ല് 10 സ്ഥലം നോക്കിയിട്ട് അവിടെ തന്നെ കടിക്കും. ഞാനൊരു സ്ഥലത്ത് ഇരുന്നാലോ എന്നെ ചാരി ഇരുന്നിട്ട് ഖുർആൻ ഓതും, എൻ്റെ വേക്ക് തന്നെ വരും. ലീഡർ ബാങ്ക് കൊടുത്താ പിന്നെ എൻ്റെ നേതാവിനെ കാണൂല. എങ്ങനെയുണ്ട് കുടുംബജീവിതം? എങ്ങനെയുണ്ട്? ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു 100 കണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനല്ലേ ഇമാം ഷാറാനി തങ്ങൾ. വലിയ സൂഫിയല്ലേ, വലിയ ഫഖീഹല്ലേ, ഒരുപാട് ഉസ്താദുമാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് എത്ര ഗ്രന്ഥങ്ങളായി ഉമ്മത്തിന് സംഭാവന ചെയ്തത് അല്ലേ? ആ ഇമാം ഷാറാനി തങ്ങൾ പറയാ, എൻ്റെ ഭാര്യക്ക് വല്ല അസുഖം വന്നിട്ട് കിടത്തപ്പായിലായാൽ, അസുഖം വന്ന് ടോയ്ലറ്റിലേക്ക് സ്വന്തം പോവാൻ കഴിയാതെ അത്രയും കഷ്ടപ്പാടായാൽ ആ കിടത്തത്തിൽ തന്നെ കാഷ്ടിക്കാനും മൂത്രയിക്കാനും അവൾക്ക് കഴിയുള്ളൂ, വേറൊന്നിനും കഴിയില്ല. ആ ഘട്ടത്തിലെത്തിയാൽ ഞാൻ എൻ്റെ ഈ 2 കൈ കൊണ്ടാ അതൊക്കെ വൃത്തിയാക്കല്. കാരണം എനിക്കെന്തെങ്കിലും ആയാലും ഓളല്ലേ വൃത്തിയാക്കി തന്നത്. കിതാബ് എഴുതാൻ മാത്രമല്ല ഈ കൈ എനിക്ക് അല്ലാഹു തന്നത്, അതൊക്കെ ഞാൻ വൃത്തിയാക്കി കൊടുക്കും. കാരണം അവൾ എനിക്ക് എത്ര ഖിദ്മത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ദീർഘകാലം അവൾ കിടത്തത്തിലായാൽ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നി, എല്ലാവർക്കും തോന്നുമല്ലോ, വേറെ പെണ്ണിനെ കെട്ടിയാലോ, കാരണം എൻ്റെ ശാരീരിക ആവശ്യം നിർവഹിക്കാനും ഖിദ്മത്തിന് ഒരാൾ വേണ്ടേ. ഞാൻ അങ്ങനെ തോന്നിയാൽ 2ാം കെട്ട് നടത്തൂല. എന്തുകൊണ്ട്? ഓൾറെഡി എൻ്റെ ഭാര്യക്ക് ശരീരത്തിന് അസുഖമുണ്ട്. ഞാൻ 2ാം കെട്ട് കെട്ടിയാൽ അവളെ മനസ്സിനും അസുഖം പിടിക്കും, തളർന്നു പോളും. ഞാൻ കെട്ടൂല, ഞാൻ ആ മോളെ വേദനിപ്പിക്കൂല. 3, എൻ്റെ കുട്ടി വല്ല കരച്ചിലും അസുഖമൊക്കെ ആയാൽ, എനിക്ക് അസുഖം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ആ കുട്ടീനെ എടുത്ത് കളിപ്പിക്കും, താലോലിക്കും. എന്തിന്? എൻ്റെ ഭാര്യൻ്റെ ഉറക്ക് ശല്യാണ്ടാന്ന് കരുതിയിട്ട്. നമുക്ക് ദുനിയാവിൽ ആകെ അറിയുന്ന ഖുർആനിലെ ആയത്ത് അർരിജാലു ഖവ്വാമൂന അല നിസാ. വേറെ ആയത്ത് അറിയാം? നമുക്ക് അറിയാം. വീട്ടിൽ ഖിദ്മത്ത് എടുക്കണം. അത് ഖിദ്മത്തിന്റെ വെറുതെ ഉള്ളൊരു വർത്താനല്ല, അത് കിബറില്ല എന്നുള്ളതിന്റെ അലാമത്തായി അയിമ്മത്ത് എഴുതി വെക്കുന്നു. എനിക്ക് എപ്പോഴും മുമ്പിൽ തന്നെ സീറ്റ് കിട്ടണം എന്ന് വിചാരിക്കുന്നത് കിബറിന്റെ ഒരു അടയാളമാണ്. ഗസാലി ഇമാം പറയാം, അതൊരടയാളം. അയാളുടെ വർത്തമാനത്തിൽ എപ്പോഴും ഞാൻ എന്ന് പറയുന്ന അസുഖം ഇങ്ങനെ കൂടിക്കൂടി വരും. ഞാനില്ല, ഇതായിപ്പോയി മീറ്റിങ്ങിൽ. ഞാനുണ്ടെങ്കിൽ എൻ്റെ ശരിക്കുള്ള മുഖം നീ കാണാം, നീ ആറ്റ എൻ്റെ മുഖം ഇങ്ങനെ, ഞാനിങ്ങനെ അയാളുടെ കൊട്ട നിറച്ചും ഞാനായിരിക്കും ഉണ്ടാവുക. ഇത് പറയുമ്പോൾ ഒരാൾ പറയാൻ, ഞാൻ അങ്ങനെയൊന്നല്ല, നഗന കിബർ. ഞാൻ അങ്ങനെ ആണോ എന്നല്ലേ പേടിക്കണ്ട, അങ്ങനെ ആണോ എന്ന് പേടിക്കണം. മൻ തവാളഅ ഫീ മലഇൻ ഫഖദ് തകബ്ബറ എന്നാണല്ലോ. ഞാൻ അങ്ങനെ ആണോ എന്ന് പേടിക്കണം. ഏതെങ്കിലും ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായം സ്വീകരിക്കാതിരിക്കൽ, പ്രത്യേകിച്ച് താഴ്ഘടകങ്ങളിലുള്ളവർ അല്ലെങ്കിൽ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ ആള്
നമ്മുടെ സമപ്രായക്കാർ, സഹഭാരവാഹികൾ ഒരഭിപ്രായം, നല്ല അഭിപ്രായം പറഞ്ഞു, അത് സ്വീകരിക്കാതിരിക്കുന്നു, ഒരു തെറ്റ് തിരുത്തി തന്നു, അത് സ്വീകരിക്കാതിരിക്കുന്നു എന്നുള്ളതും കിബറിന്റെ അടയാളമാണെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഹിയയിൽ പറയുന്നു. അതൊരടയാളം. നീ ആരാ എന്നെ തിരുത്താൻ? നീ ആരാ എന്നെ തിരുത്താൻ? നീ ആരാന്നുള്ളതല്ല അവിടുത്തെ ശരിക്കും പ്രശ്നം, എന്നെ തിരുത്താൻ എന്നുള്ളതാണ് പ്രശ്നം. അതാണ് കിബർ. ശരിക്കും ഒരാൾ നമുക്കൊരു തെറ്റ് പറഞ്ഞെന്നാൽ ഗസാലി ഇമാം റഹിമഹുല്ലാഹി ഹിയയിൽ പറയാം, നീ ചിന്തിക്കേണ്ടത്, നീ അയാളോട് പറയണം, ജസാക്കല്ലാഹു ഖൈറാ, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു, നിങ്ങളത് പറഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത്, അൽഹംദുലില്ലാ. അങ്ങനെ നമ്മൾ പറയണം, അൽഹംദുലില്ലാ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു, നിങ്ങളത് പറഞ്ഞപ്പോഴാണ് ഞാനും അത് ചിന്തിച്ചത് ചെയ്യാൻ പാടില്ല, കറാത്തുണ്ടല്ലേ, ശരി, നിസ്കാരത്തിൽ ഷോക്സ് ഇട്ട് നിസ്കരിക്കൽ നല്ലല്ല എന്നുണ്ടല്ലേ, നീ ആരാ പറയാം ഇന്ന നിസ്കാരം ഭയങ്കര സഹിയ? അങ്ങനല്ല. ഉപദേശിക്കുന്ന ആളെ കളിയാക്കൽ കിബറിന്റെ അലാമത്താണ്. ഞാൻ കുറേ കാലമായി സംഘടനയിൽ, നീ ആരാ, നീ മിന്നാന്ന് വന്നതല്ലേ, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ബദർ യുദ്ധത്തിൽ കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബിമാരെ ഓരോ അഭിപ്രായം പറയുമ്പോൾ, നബിയെ ഇവിടെ ഒരു ടെന്റ് കെട്ടിയാലോ? കെട്ടാം. തങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ഹൗസ് നിർമ്മിച്ചാലോ? ഓക്കെ, ഉണ്ടോ? അല്ലാണ്ട് ഞാൻ 36 കൊല്ലമായി സംഘടനയിൽ, നീ മിന്നാന്ന് മെമ്പർഷിപ്പ് എടുത്തല്ലേ, ഇരിക്കടാർന്ന്, പിന്നെ എന്തിനാ മീറ്റിംഗ് കൂടീന്? അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കരുത്, കിബറന്മാരാവരുത്. കിബറുണ്ടായാൽ ലാസ്റ്റ് അങ്ങ് അടി പതറും. ആറാമത്തത് അൽ-ഗഫ്ലത്തു അനില്ലാഹി വഅഹ്കാമിഹി വഹിയ ആഫത്തുൻ അളീമത്തുൻ ഹലക ബിഹാ ഖൽഖുൻ കസീർ. അള്ളാൻ്റെ നിയമങ്ങളെ മെയിൻ്റാക്കാതിരിക്കുക. ആ ഒന്ന് നോക്കിയിട നടക്കൂല. ഭാര്യൻ്റെ ഏട്ടത്തിനെ കാണാൻ പറ്റൂലെന്നോ, ഭാര്യൻ്റെ അഞ്ചത്തിനെ കാണാൻ പറ്റില്ലെന്നോ, ക്ലാസ്മേറ്റ്സ് ആയ പെൺകുട്ടികളെ കാണരുതെന്നോ, എങ്ങാണ്ടൊന്നും ഉസ്താദ് പോയിട്ട് ആഫ്രിക്കയിലാറ്റം ജീവിച്ച അതൊന്നും നോക്കിയിട്ട് നടക്കൂല. അള്ളാഹു ഒരു നിയമം പറഞ്ഞിട്ട് അതിനെ മെയിൻ്റാക്കാതിരുന്നാൽ മോനെ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലാകും. അടിച്ചു പൊളിക്കാനുള്ളതല്ല ജീവിതം, ആസ്വദിക്കാനുള്ളതല്ല. ദുനിയാവ് അള്ളാഹു തന്നത് മുഴുവനും നിനക്ക് ഭാര്യയെ തന്നത്, വാഹനം തന്നത്, മക്കളെ തന്നത്, സമയം തന്നത്, ആരോഗ്യം തന്നത്, സമ്പത്ത് തന്നത് ആഖിറം വെളിച്ചമാക്കാനാണ്, സ്വർഗം മനോഹരമാക്കാനാണ്. പെണ്ണ് കെട്ടിച്ചത് എന്തിനാണ്? മൻ തസവ്വജ ബിംറഅത്തിൻ ഫഖദ അഹറദ സുലുസൈ ദീനി, ദീൻ നന്നാക്കാനാണ്. മക്കളെ തന്നതെന്തിനാണ്? വലതും സ്വാലിഹുൻ യദഉ ലഹു, മരിച്ചുപോയ ഉപ്പൻ്റെ ഖബർ സ്വർഗമാക്കാൻ. ഉപ്പ മരിച്ചതിന് ശേഷമാണ് മക്കൾ മരിക്കുന്നതെങ്കിൽ, ഇനി നേരത്തെ മരിച്ച മക്കളാണെങ്കിൽ അല്ലാഹുമ്മ ഫറതൻ ലി അബവൈഹി, ആ കുട്ടിനെ ഉപ്പാക്കും ഉമ്മാക്കും സ്വർഗത്തിൽ വിരുന്നു സ്വത്താക്കണേ. അപ്പൊ ഭാര്യയെ തന്നത് അതിനാണ്, മക്കളെ തന്നത് അതിനാണ്, ഇനി സമയം തന്നത് എന്തിനാണ്? വാട്സപ്പിൽ കളിക്കാനല്ല, റീൽസ് കണ്ട് തീർക്കാനല്ല, ഈ സമയം മുഴുവനും ആഖിറം വെളിച്ചമാക്കാനാണ്, സ്വർഗം മനോഹരമാക്കാനാണ്. അതിനാ ആരോഗ്യം തന്നത് എന്തിനാണ്? വജാദൂ ബി അംവാലിൻ വബാഉ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതീനി ഗസ്വതി. ബദ്രീങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, അവരാരോഗ്യം അല്ലാഹുവിന് കൊടുത്തു, അല്ലാഹ് തിരിച്ചു കൊടുത്തത് സ്വർഗം. 120-160 വയസ്സ് വരെ ജീവിച്ച മഹത്തുക്കളുടെ ചരിത്രത്തിൽ കാണാം, അവരുടെ കാലിന് പ്രശ്നമില്ല, ചെവിക്ക് പ്രശ്നമില്ല, കണ്ണിന് കുഴപ്പമില്ല. എങ്ങനെയാണ് ഇത്രയും വലിയ ആരോഗ്യം കിട്ടിയതെന്ന ചോദ്യത്തിന് മഹത്തുക്കൾ നൽകുന്ന മറുപടി, പ്രായപൂർത്തിയായ കാലം മുതൽ ഒരു തെറ്റും എൻ്റെ അവയവം കൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. അബൂബക്കർ ബിൻ അയ്യാശ് റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോൾ അവരുടെ സഹോദരി അല്ലെങ്കിൽ അവരുടെ മകള് കരീബ പറഞ്ഞല്ലോ,
എന്തിനാ കരയുന്നത്? ഈ റൂമിൽ നിന്ന് 18,000 ഖത്തുമുകൾ ഓതി തീർത്തിട്ടുണ്ട്. ഈ റൂമിൽ നിന്ന് ഒരൊറ്റ തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. നമ്മളെ ബെഡ്ഷീറ്റിന് അങ്ങനെ കഥ പറയാൻ പറ്റുമോ? യൂട്യൂബ് തുറക്കുമ്പോൾ ആലോചിച്ച് നോക്കി, ഇതൊക്കെ ഈ ബെഡ്ഷീറ്റ് കാണുന്നില്ലേ, ബെഡ് കാണുന്നില്ലേ? 18-ാം വയസ്സിൽ ആക്സിഡൻ്റ് ആയിട്ട് മരിച്ച ചെറുപ്പക്കാരൻ ആഖിറത്തിലെത്തിയാൽ എന്താ ഏടിൽ വായിക്കൽ? എന്താ ഏടിൽ വായിക്കൽ? വയസ്സ് 18, പ്രായപൂർത്തിയായി 3 കൊല്ലമാകുമ്പോൾ മഞ്ചേശ്വരം ജംഗ്ഷനിൽ നിന്ന് വസങ്കടിയിൽ നിന്ന് ആക്സിഡൻറ്റിൽ മരിച്ചു. അതെല്ലാം അടുക്കട വായിക്കട ബാക്കി 3 കൊല്ലമാണ് പ്രായപൂർത്തിയായതിനു ശേഷം ജീവിച്ചത്. ഓക്കെ, ഈ 3 കൊല്ലം കൊണ്ട് ചെയ്ത കർമ്മങ്ങൾ. ഓക്കെ, വായിക്കണം. 2,18,236 വീഡിയോസ് യൂട്യൂബ് റീൽസ് വഴി കണ്ടു. വേറെന്താ ഇപ്പം ഉണ്ടായാല് കുട്ടികൾക്ക്? വേറെന്താ ഉണ്ടാവില്ലേ? ഈ ജീവിതം അള്ളാഹു തന്ന യൂട്യൂബ് കണ്ടു തീർക്കാന്. ഇടയിലൊരു കാര്യം പറയാം, നമുക്ക് 500 കൊല്ലം അള്ളാഹു ആയുസ് തന്നു, പിന്നെ ഒരു 500 തന്നു, മരിച്ച് 1000, പിന്നെ ഒരു 1000, 2000. എന്നിട്ട് യൂട്യൂബ് വീഡിയോസ് കണ്ടു തീർക്കാൻ കഴിയുമോ? ഇല്ല. മരിക്കുമ്പോൾ ഇനിയും വീഡിയോസ് ബാക്കിയുണ്ടാവും. ഇത് കണ്ടു തീർക്കലല്ല നമ്മളെ ഡ്യൂട്ടി. നമുക്ക് വേറെയും കുറേ ഡ്യൂട്ടി ഉണ്ട്. ഒരാൾക്കും ആഖിറത്തിലെത്തിയിട്ട് പറയാൻ കഴിയില്ല ഏതാ ഇബാദത്ത് ചെയ്യേണ്ടത് തിരിയാത്തോണ്ടാണ് ഞാൻ ചെയ്യേണ്ടതെന്ന്. എന്ത് ഇബാദത്ത് ചെയ്താലും മതി. സ്വലാത്ത മതി, ലാ ഇലാഹ ഇല്ലല്ലാഹ് മതി, സുബ്ഹാനല്ലാഹ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി രക്ഷപ്പെടാൻ. 10 ഖുൽ ഹുവല്ലാഹു ഓതിയ സ്വർഗത്തിൽ വീടാ. 10 ഖുൽ ഹുവല്ലാഹു ഓതാൻ വേണ്ട സമയം 2 മിനിറ്റ്. ഒരു ദിവസമുള്ള സമയം 24 മണിക്കൂറാണ്. മലയാളത്തിൽ 86,400 സെക്കൻഡ് എന്നതിനെപ്പറ്റി പറയൽ. അതിൽ 2 മിനിറ്റ് അതിന് ചിലവാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളോട് തന്നെ ചോദിക്കുക, ഞാൻ എന്തിനാ ഈ ഭൂമിയിൽ ജീവിക്കണത് എന്ന് ചോദിക്കുക. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് ഈ കഴുത്തു മുതൽ പൊക്കിള് വരെ 9 അല്ലെങ്കിൽ 8 മഹാരോഗങ്ങൾ ഉണ്ടായിരുന്നു. ഫത്താവുൽ ഹദീസിൽ കാണാം. ഒരു രോഗം മതി ഒരാളെ കൊല്ലാൻ, അത്രക്കും മഹാരോഗങ്ങൾ. എന്തെല്ലാം ഇരിക്കുന്ന സ്ഥലത്ത് അസുഖമൊക്കെ വന്നിട്ട് ചിലപ്പോൾ ചുടുവെള്ളത്തിലൊക്കെ ഇരിക്കും. എത്ര കഷ്ടപ്പാടുണ്ടായെന്ന്. എന്നിട്ട് റമദാൻ തീരുമ്പോൾ 60 ഖത്മ് തീർത്തിട്ടാ റമദാനെ യാത്ര അയച്ചത്. ഇതിനെക്കുറിച്ച് കിതാബിൽ കാണാം. ഇത് നിസ്കാരത്തിൽ ഓതുന്നതിൻ്റെ പുറമെയാണ്. 60 ഖത്മ്, രാത്രി 1 പകലൊന്ന്. എന്തെല്ലാം അസുഖങ്ങൾ, എന്തെല്ലാം പ്രയാസങ്ങൾ, എത്ര അസൂയാലുക്കൾ. അതിൻ്റെ ഇടയിൽ കിതാബ് വിത്ത് നടന്നില്ലേ, കുടുംബത്തെ പോറ്റൽ നടന്നിട്ടില്ലേ? അവർ ദുനിയാവിനെ വലിച്ചെറിഞ്ഞ മഹാന്മാരാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ തുടക്കകാലത്ത്, പഠനാരംഭകാലത്ത് എഴുതാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് മഹാനവറുകൾ കശാപ്പ് ശാലയിൽ പോയിട്ട് എല്ലുകൾ എടുത്തു വന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ മേലെ ഇൽമ എഴുതി വെക്കൽ. ലാസ്റ്റ് ഒരു റൂം മുഴുവൻ എല്ലുകളായി. പാവത്തിൻ്റെ ഒരു റൂം മുഴുവൻ എല്ലുകൾ. ചിലപ്പോൾ ഫീസ് കൊടുക്കാൻ വകയില്ലാത്തതുകൊണ്ട് ക്ലാസ്സിൻ്റെ ബേക്കിലായിരിക്കൽ ചില ദർസുകളിൽ. പാവം ഇല്ല. ഇമാം മാലിക് റളിയല്ലാഹുവിൻ്റെ ദർസിൽ ഒരു സമയത്ത് ഇരിക്കുമ്പോൾ കൈകൊണ്ട് ഇങ്ങനെ ഇടത്തേക്ക് അതിൻ്റെ പുറംഭാഗത്ത് വലത്തേക്ക് അതിൻ്റെ വിരലുകൊണ്ട് ഇങ്ങനെ എഴുതുന്നുണ്ട്. വറമഖുൽ ഇമാം മാലിക്. ഇമാം മാലിക് റളിയല്ലാഹു നോട്ടോട്ടു, എല്ലാവരെയും പിരിച്ചുവിട്ടു. 18ാമത്തെ ഹദീസ് എടുത്തിട്ട് പിരിച്ചുവിട്ടു. ആ കുട്ടീനെ വിളിച്ച്, എന്താ പേര്, ഇവിടെ രാജ്യം, എന്താ മോന് വിരലുകൊണ്ട് കളിക്കണത്? ഞാൻ കളിക്കുന്നതല്ല. പിന്നെ അത് എഴുതാനൊന്നും പേനയും പേപ്പറൊന്നും ഇല്ലാത്തതുകൊണ്ട്. അല്ലാ എൻ്റെ മോനെ. അപ്പോൾ മോനിങ്ങനെ എഴുതിയാലും മോനിക്ക് ഓർമ്മ ഉണ്ടാവോ? അവനൊരു ഓർമ്മക്ക് വേണ്ടിയിട്ട് അങ്ങനെ. ഉസ്താദ് 18 ഹദീസല്ലേ എടുത്തത്? അതെ, ഞാനത് സനദടക്കം മത്തിന് പറഞ്ഞു തരട്ടെ. മോന് പറയും. ഹദ്ദസന ഉസ്താദ് മാലിക് അൻ നാഫി അൻ ഇബ്നു ഉമർ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. അങ്ങനെ പറയാൻ തുടങ്ങി. മാലിക് ഇമാമിൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. 18 അങ്ങനെ മണിമണിയായി പറഞ്ഞു. ദ്വാരം കൊടുത്തു. വലുതായി. ആരോ 100 മറ്റോ ദിർഹം ദീനാർ കൊടുത്ത് ഇമാം ഷാഫി റളിയല്ലാഹു വീട്ടിലേക്ക് വരുമ്പോൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിട്ട്, അല്ലെങ്കിൽ നേരെ ഉമ്മ കണ്ടിട്ട് പറയുന്നുണ്ട്, മോനെ മോനെ ഒന്നുമില്ലാതെ ജീവിച്ച് ഇതുവരെ വലുതായില്ലേ, പിന്നെ എന്തിനാ ഈ പൈസയിൽ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്? അതെല്ലാവർക്കും കൊടുത്തിട്ട് വാ മോനെ. ഇന്ന് നമ്മൾ നിസ്കരിച്ച ളുഹർ, നമ്മളല്ല കോടിക്കണക്കിന് ഷാഫികൾ, ഷാഫി മദ്ഹബുകാർ ഈ നിസ്കരിച്ച കൂലിയായിരിക്കാം ഈജിപ്തിൽ കിടക്കുന്ന ഇമാം ഷാഫിക്ക്. ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ അടക്കം കൂലിയായിരിക്കാം ആ ഉമ്മക്ക്. ആ ഉമ്മ ചിത്രത്തിലില്ലെങ്കിലും ചരിത്രത്തിലുണ്ട്. ആ ഉമ്മ മോനെ വളർത്തിയത് ആഖിറത്തിലെ സ്വർഗം കിട്ടാനാണ്.
ദുനിയാവല്ല. 6ാം ക്ലാസ്സിൽ നിന്ന് ഒഴിവാക്കി. എന്താ കാരണം? വലുതായില്ലേ, എന്നിട്ട് ഏടെപ്പെട്ട് ചേർത്തത്, എന്നിട്ട് ഈ മക്കൾ നമുക്ക് എവിടുന്ന കിട്ടല്? പറയൂ. ഒരു മോൻ നമുക്ക് ദാവാ കോളേജിലേക്ക് പറഞ്ഞു വിടാൻ പറ്റുന്നില്ല, ദർസ് പഠനത്തിന് വിടുന്നില്ല. എന്തേ? എത്രയെ സമ്പാദിക്കാൻ കഴിയല്? ഇതാണോ കൂട്ടുകാരെ നമുക്ക് വേണ്ടത്? മക്കളെ കൊണ്ട് അതല്ല കിട്ടേണ്ടത്. ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ഉമ്മ മോനെ കൊണ്ട് വാങ്ങിയത് കോടികൾ അല്ല, ആസ്തി എത്രയെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത വണ്ണം കൂലിയുണ്ട് ഇമാം ഷാഫി എന്ന ഒറ്റ മോനെ കൊണ്ട് ആ ഉമ്മക്ക് കിട്ടുന്നു. ലോകത്ത് കോടിക്കണക്കിന് ഷാഫി മദ്ഹബുകാർ നിസ്കരിച്ച മുഴുവൻ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് മുഴുവൻ സുഹൃത്തങ്ങളുടെയും കൂലി ഷാഫി ഇമാമിന് കിട്ടുമ്പോൾ ആ മോന്റെ മൊത്തം കൂലി കിട്ടുക ആ ഉമ്മക്ക്. അങ്ങനെ ഒരു മോനെ നമുക്ക് കിട്ടിയാൽ നമ്മുടെ ദുനിയാവ് മുതലായി, ആഖിറ മുതലായി. അതാ ഖുർആൻ നമുക്ക് തിരിയണ ഭാഷയിൽ പറഞ്ഞത്, നിങ്ങൾക്ക് ഞാൻ തന്ന സമ്പത്ത് കൊണ്ട്, സന്താനങ്ങളെ കൊണ്ട് സ്വർഗം വാങ്ങും. എന്താ മോനെ പറഞ്ഞേക്കാത്തത്? ഓനും കൂടി പോയാൽ തക്കാളി വാങ്ങിത്തരാൻ ആരാ ഉള്ളതെന്നാ ഓള് ചോദിക്കണത്. അയ്യടാ, ചീന തക്കാളിയാ മക്കളെ കൊണ്ട് വാങ്ങണ്ട്? സ്വർഗം മഹാന്മാര് വാങ്ങുമ്പോ നിങ്ങൾ തക്കാളിയാ വാങ്ങണ മക്കളെ കൊണ്ട്? അല്ല, നമുക്ക് സ്വർഗം നിർമ്മിക്കാൻ പറ്റണം മക്കളെ കൊണ്ട്. അതാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് നമ്മുടെ എപ്പോഴും ആലോചനയിൽ ഉണ്ടാവണം, എൻ്റെ മക്കളെ കൊണ്ട് എനിക്ക് സ്വർഗം കിട്ടുമോ അല്ല നരകം കിട്ടുമോ എന്ന് ആലോചിക്കണം. ലോകത്ത് അധിക രക്ഷിതാക്കളുടെയും മക്കളുടെ കാര്യം നോക്കിയാൽ ആ മക്കളെ കൊണ്ട് നരകം കിട്ടുന്നവരായിരിക്കും 90% രക്ഷിതാക്കളും. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അത് വിശദീകരിക്കുന്നുണ്ട്. ഏഴാമത്തത്, ഇനി 2 കാര്യം കൂടി, സമയം കുറച്ച് കൂടുതലായി. അൽ അഖീദത്തുൽ ഫാസിദ, മോശമായ വിശ്വാസം ഒരാൾക്ക് ഉണ്ടെങ്കിൽ അയാൾ ഈമാനില്ലാണ്ട് മരിക്കും. എന്ന് പറഞ്ഞാൽ ബിദ്അത്ത്, ഒരൊറ്റ മുബത്തദിയും ഈമാനോടെ മരിക്കൂല. അയാളുടെ ആ തെറ്റായ വിശ്വാസം മാറ്റി നിർത്തിയാൽ ഒഴികെ. ഇപ്പോൾ ഒരു വഹാബി തൗബ ചെയ്താൽ എങ്ങനെ തൗബ സ്വീകരിക്കൽ? കാരണം ഓൾറെഡി അയാളിൽ തെറ്റുണ്ടല്ലോ. ഇബ്നു ഹജറിൽ ഹൈതമി റഹിമഹുല്ലാ സവാജിർ എന്ന കിതാബിൽ പറയുന്നുണ്ട്, ഒരാൾ ഈമാനില്ലാതെ മരിക്കുന്നു എന്നുള്ളതിൻ്റെ നേരത്തെ ഉള്ള സിഗ്നലാണ് അയാൾ ബിദ്അത്തുകാരനാവുക എന്നുള്ളത്. അള്ളാഹു നമ്മളെയും മക്കളെയും കാക്കട്ടെ, അള്ളാഹു നമ്മളെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തട്ടെ. അതാണ് ഖുർആൻ പറഞ്ഞത്, ഖു അൻഫുസകും വ അഹ്ലീകും നാറ, നിങ്ങൾ മക്കളെ സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കണം എന്നും ആ ആയത്തിൻ്റെ തഫ്സീറിൽ ഉണ്ട്. സാധാരണക്കാരായ കൂട്ടുകാരുണ്ടല്ലോ, എന്ന് പറഞ്ഞാൽ മുത്തഅല്ലിമീങ്ങളൊന്നും അല്ലാത്ത കൂട്ടുകാർ, നാടന്മാരെന്നാണ് നമ്മളെ നാട്ടിലൊക്കെ ഓരോ വിളിക്കൽ. ഇവിടെ എന്താ പറയലെന്ന് എനിക്കറിയില്ല. ഒരിക്കൽ കൂടുതൽ വിലയുള്ള സന്ദർഭം ഉണ്ടാവും, കാരണം നാടൻ കോഴിക്കല്ലേ പൈസ അധികം. ഒരു സാധുക്കളോ ഒരിക്കൽ വല്ലാതെ വിവരം ഇല്ലാതെ തന്നെ SSFലൊക്കെ കൂടിയിട്ട് എത്രയോ ഇബാദത്ത് ഒരു ചെയ്യണത്, ഒരിക്കൽ കൂടുതൽ കൂലി കിട്ടും. അപ്പൊ സാധാരണക്കാരായ കുട്ടികളെ മുഴുവനും ദീനിന്റെ മാർഗത്തിൽ ചേർത്ത് നിർത്തി സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കുക എന്നുള്ളതാണ് SSFൻ്റെയും SYSൻ്റെ ഒക്കെ ലക്ഷ്യം. സോഷ്യൽ മീഡിയയും ക്യാമ്പസുകളെല്ലാം ബിദ്അത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത്, യുക്തിവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അവരുടെ വിശ്വാസം ക്ലിയറാക്കുക, സുന്നത്ത് ജമാഅത്തിൻ്റെ മക്കൾ ഉണ്ടാവുക എന്നുള്ളതാണ് സംഘടനയുടെ അൾട്ടിമേറ്റായ ലക്ഷ്യം. ബിദ്അത്തുകാർ എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും ബഹുമാനിക്കേണ്ടതിനെ മുഴുവനും നിന്ദിക്കും. നിങ്ങൾ നോക്കി, ഈ വഹാബികളുടെ ഒക്കെ ഡയലോഗ് കേട്ടാൽ വിചാരിക്കും ഓരാണ് അള്ളാഹുവായിട്ട് ഭയങ്കര ബന്ധം എന്ന്. നിങ്ങൾ ഓരോ നോട്ടീസിലെ പ്രമേലം കണ്ടിന, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം. കേട്ടവയ്ക്ക് ഒരു അത്രക്കും ദ്വാരക്കുന്നുണ്ട്. പള്ളിയിൽ നിന്ന് ഖത്തീബ് ഉസ്താദ് നിസ്കാരം കഴിഞ്ഞിട്ട് അള്ളാഹുമ്മ അള്ളാഹു എന്ന് വിളിക്കുമ്പോൾ എണീച്ച് പോയിട്ടും ഉണ്ടാവും. ഡയലോഗിൽ മഹാസംഭവങ്ങളായിരിക്കും അവർ. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം.
സഹായാർത്ഥന അള്ളാഹുവിനോട് മാത്രം. ഇത് പണ്ട് ഇബ്ലീസും പറഞ്ഞു. ഇബ്ലീസിനോട് അള്ളാഹു പറഞ്ഞു സുജൂദ് ചെയ്യും ആർക്ക്? ആദം നബിക്ക്. അപ്പൊ ഇബ്ലീസ് സുജൂദ് അള്ളാഹുവിന് മാത്രം. ഡയലോഗിനൊന്നും ഒരു കുറവുണ്ടാവില്ല അവർക്ക്. അവരുടെ വാദങ്ങളാണെങ്കിൽ പച്ചപ്പോയത്തായിരിക്കും. ഒരു വാദം കേൾക്കണം, ദേഷ്യം പിടിച്ചിട്ട് ത്വലാഖ് ഇല്ലാൽ ത്വലാഖ് പോവില്ലാന്ന് മുജാഹിദിന് വാദമുണ്ട്. നിങ്ങൾ ചിരിച്ചു വീണു. ത്വലാഖ് ആരെങ്കിലും സ്നേഹത്തോടെ ചൊല്ലോ. ഫാത്തിമ എന്നോട് അന്നേ ഒരു കാര്യം പറയാൻ വിചാരിച്ചിട്ട് ഞാൻ മറന്നു പോയിട്ടാണ്, ഞാൻ ഇല്ല ത്വലാഖ്. അങ്ങനെ ആരെങ്കിലും പറയുമോ? ചങ്ങൈമാരെ ത്വലാഖ് എന്ന് പറഞ്ഞാൽ തന്നെ ദേഷ്യം പിടിച്ചിട്ടല്ലേ ചൊല്ലല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയും ഉമ്മയും നരകത്തിലാണെന്ന ഓരോ വാദം. ഓരോ വാദാണത്, ഓരോ എഴുതി വെച്ചതാത്, ഓരോ വാദാണത്. ലോകത്ത് ഏറ്റവും പുണ്യമായ സ്ഥലം ഏതാ മോനെ? ഏറ്റവും പുണ്യമായ സ്ഥലം ഏതാ? ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്ഥലം മക്കയാണോ മദീനയാണോ എന്നുള്ളതിൽ ഖിലാഫുണ്ട്. ഖിലാഫ് ഇല്ലാത്തൊരു സ്ഥലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന ആ സ്ഥലം. അതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവോ? ഇത്തഫഖത്തിൽ ഉമ്മത്തു വൽ അഇമ്മത്തു അലാ അന്ന അഫ്ളലുൽ ബുഖാ, ലോകത്തെ ഏറ്റവും പുണ്യമുള്ള സ്ഥലം ആ സ്ഥലം. അതാണ് ബൂസരി ഇമാം ബുർദയിൽ പറഞ്ഞത്, ലാ തുബയഅദിൽ തുർബൻ ദമഅലുമുഹു. അവിടുത്തെ ഷറഫാക്കപ്പെട്ട ശരീരം ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന സ്ഥലത്തിനേക്കാൾ പുണ്യമുള്ള ഒരു സ്ഥലം, സുഗന്ധമുള്ള ഒരു സ്ഥലം ലോകത്തില്ലേ ഇല്ല. ആ സ്ഥലത്തിന് എന്താ ഇത്ര പവർ കിട്ടിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം മുട്ടി നിൽക്കുന്നുണ്ട് അല്ലേ? അതെ. റസൂലുള്ളാഹിന്റെ ശരീരം ആദ്യമായിട്ട് ടച്ച് ചെയ്ത സ്ഥലം ആമിന ബീവിയുടെ യൂട്രസ്, ഗർഭപാത്രം. എൻ്റെ ആമിന ബീവി നരകത്തിലോലും. ഭയങ്കര തന്നെ മുജാഹിദിന്റെ ബുദ്ധി. അതിൽ നമ്മൾ പെട്ടുപോകരുത്. എന്തുകൊണ്ടാണ് ഈ വഹാബിസത്തിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ രണ്ട് കാരണം. ഒന്ന്, ദീൻ കൂടുതൽ പഠിക്കാത്തതുകൊണ്ട്. രണ്ട്, ദുനിയാവിനെ കൂടുതൽ പ്രേമിക്കുന്നുണ്ട്. ദുനിയാവിനെ വല്ലാണ്ട് പ്രേമിച്ചാൽ ആഖിറം മറന്നുപോകും, ആലിമീങ്ങളോട് വെറുപ്പുണ്ടാവും. അതുകൊണ്ടാണല്ലോ അവരിങ്ങനെ പറഞ്ഞു കൊടുക്കും, ഈ ഉസ്താമാര് മൗലാമാർ ഇങ്ങനെ ആലിമീങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത് സംഗതികൾ വഹാബികളാണ് കൊണ്ടുവന്നത്. അവർക്ക് അമലിന് കുറവൊന്നും ഉണ്ടാവില്ല. സുന്നികളെ അപേക്ഷിച്ച് വഹാബികൾക്ക് താടി കൂടുതലുണ്ടാവില്ല. അതുകൊണ്ട് ബാർബർ ഷോപ്പുകാർക്ക് നഷ്ടമൊന്നല്ലാണ്ട് വേറെന്തുണ്ടാവാൻ. ഒരൊറ്റ ബിദ്അത്തുകാരൻ്റെയും അമൽ അല്ലാഹു സ്വീകരിക്കൂല. അത് ഫർളും സ്വീകരിക്കൂല, സുന്നത്തും സ്വീകരിക്കൂല. അള്ളാഹ്ക്ക് വേണ്ട. ആദ്യം വിശ്വാസം ക്ലിയർ ആവണ്ടേ, എന്നിട്ടല്ലേ അമല്. അള്ളാഹു നമ്മളെ ഒക്കെ കാക്കട്ടെ. വലിയ 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 പ്രഭാഷണം നടത്തിയവർ തന്നെ കള്ളത്തൊരീക്കത്തിലേക്കും പിഴച്ച വാദങ്ങളിലേക്കൊക്കെ പോകുന്ന കാലമല്ലേ. നമുക്കെപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ പേടി വേണം, എപ്പോഴും പേടിയുണ്ടാവണം. അതാണ് സംഘടന എന്ന പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മളെ മക്കളിങ്ങനെ ചേർന്ന് നിൽക്കണം. അതൊരു തൗഫീഖിൻ്റെ കാലമായിരിക്കും സംഘടനാ കാലം എന്ന് പറഞ്ഞാൽ. പരമാവധി നമ്മുടെ കുട്ടികൾ SSFലും SYSലും ഒക്കെ സജീവമായിട്ടുണ്ടാവണം. വിശുദ്ധ ഖുർആനിൽ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു സൂറത്തല്ലേ ഹൽ അതാക ഹദീസുൽ ഖാശിയ. ഖിയാമത്ത് നാളിൻ്റെ ഭയവിഹ്വലമായ രംഗങ്ങൾ തങ്ങൾക്കറിയോ നബിയെ? ഉജൂഹു യൗമഇദിൻ ഖാശിഅ. അന്ന് ചില മുഖങ്ങൾക്ക് ഭയങ്കര പേടിയായിരിക്കും, വിറളി പൂണ്ടിട്ടുണ്ടാവും. ആമിലത്തുൻ നാസിബ. അവര് ദുനിയാവിൽ ഭയങ്കര പണിയെടുത്തിട്ടുണ്ടാകും. പക്ഷേ തസ്ലാ നാറൻ ഹാമിയ, നരകത്തിന്റെ ചൂടിൽ അവർ പ്രവേശിപ്പിക്കപ്പെടും. എന്താ കാരണം? അവിടെ റൂഹുൽ ബയാനിൽ കാണാം, ഹും അഹ്ലുൽ ബിദ്അഇ വദ്ദലാല. ബിദ്അത്തുകാരെ കുറിച്ചാണ് പറയണത്. ബിദ്അത്തുകാർക്ക് എത്ര പദ്ധതികളുണ്ട്. അതുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. നമ്മൾ ബിദ്അത്തിന്റെ കക്ഷികളാവരുത്, അവരോട് കൂട്ടുകൂടരുത്, അവരോട് ബന്ധമുണ്ടാവരുത്. മൻ ലഹിക ഇലാ മുബ്തദിഇൻ, ഒരു പുത്തംവാദിയിലേക്ക് നോക്കി ചിരിച്ചാൽ, അവനെ മനസ്സറിന് സ്നേഹിച്ചാൽ, നസഅല്ലാഹു മിൻ ഖൽബിഹി നൂറൽ ഈമാൻ, അയാളുടെ ഈമാൻ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു ഊരിയെടുക്കും. ബിദ്അത്തുകാരനാവരുത് എന്ന് മാത്രമല്ല,
ബിദ്അത്തുകാരോട് സ്നേഹം തന്നെ നമുക്ക് പാടില്ല. മൻ വഖറ സാഹിബ ബിദ്അത്തിൻ, ബിദ്അത്തുകാരനെ ബഹുമാനിച്ചാൽ ആദരിച്ചാൽ ഫഖദ് ആന അലാ ഹദമിൽ ഇസ്ലാം, അവൻ ദീനിനെ പൊളിക്കാനാണ് സഹായിച്ചത്. അപ്പൊ ബിദ്അത്ത് എന്ന് പറയുന്നത് കടുത്ത തെറ്റ. ലാസ്റ്റത്തെ ഒരു കാര്യം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. അൽ ഇസ്റാറു അലാ ഫിഅലിൻ മൻഹിയിൻ അൻഹു, സ്ഥിരമായി തെറ്റ് ചെയ്യുന്ന ആള്. സ്ഥിരം എന്ന് പറഞ്ഞാൽ എപ്പോ രാത്രി മൊബൈൽ, ഹറാം, തെറ്റുകുറ്റങ്ങൾ, ചാറ്റിംഗ്, ഹറാമായ വീഡിയോസ്, എല്ലാ ദിവസവും ലാസ്റ്റ് സീൻ ടൂടെ 12:35 വരെ. അൽ ഇസ്റാറു അലാ ഫിഅലിൻ മൻഹിയിൻ അൻഹു, പാടില്ലാത്ത ഒരു കാര്യം സ്ഥിരം ചെയ്താൽ അയാളുടെ ജീവിതത്തിൽ അയാൾക്കുണ്ടായിരുന്ന ഈമാൻ മരിക്കുന്ന സമയത്ത് ക്യാൻസലായി പോകും. സിയമ അൽ ഖംറു, പ്രത്യേകിച്ച് കള്ളുകുടി പോലെ, ലഹരി ഉപയോഗം പോലെ. ഏത് തെറ്റുകാരനെയും അള്ളാഹു ആട്ടി ഓടിച്ചിട്ടുണ്ടാവില്ല. ഏത് തെറ്റുകാരനെയും അള്ളാഹു ആട്ടി ഓടിച്ച് കൊട്ടി വാതിലടച്ച ഒരു ടീമുണ്ടെങ്കിൽ മദ്യപാനികളായിരിക്കും. നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരരുത്, വാന്തും സുക്കാറ. കടാ, ലഹരി ഉപയോഗിച്ച് മസ്താമാരായിട്ട് ഇങ്ങോട്ടേക്ക് വരണ്ട. അള്ളാട്ടി ഓടിച്ച ലോകത്തൊരു ടീമുണ്ടെങ്കിൽ അവർ മാത്രമേ ഉള്ളൂ. ലഹരി വ്യത്യസ്ത പേരിൽ സുലഭമായി കിട്ടുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരൊറ്റ ലഹരി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഹറാമായ കാഴ്ചയിലേക്ക്, അന്യ പെണ്ണിലേക്കും മറ്റൊക്കെ നോക്കുക, അത് നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയും. എല്ലാ ദിവസവും മൊബൈലിൽ ഹറാമ് കണ്ടിട്ട് ഉറങ്ങുന്ന ഒരാൾ എങ്ങനെയാ ഈമാനോടെ മരിക്കൽ? ഇമാം ഷാഫി റളിയല്ലാഹുവിനോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, 2 തലയുള്ള പെണ്ണ് എങ്ങനെയാ ഒന്നൊടുക്കലും കുളിക്കലൊക്കെ എന്ന് പറഞ്ഞാൽ 2 തലക്കും വെള്ളം തടവണോ, 2 തലയും കഴുകണോ എന്ന അർത്ഥത്തിലാണ് ചോദ്യം. ഇമാം ഷാഫി റളിയല്ലാഹു ചോദിച്ചു, 2 തലയുള്ള പെണ്ണ്, അങ്ങനെ പെണ്ണുണ്ടാവും? ഉണ്ടല്ലോ. എവിടെ ഉണ്ട്? നമ്മളെ നാട്ടിൽ തന്നെ, ഈജിപ്തിലോ? എങ്കിൽ കാണണമല്ലോ. എന്ത് കാണണമെന്നാ നോക്ക്. ആ പെണ്ണിൻ്റെ ഉപ്പാനോട് പോയിട്ട് ചോദിച്ചു, നിങ്ങളെ മോളില്ലേ? അതെ. 2 തലയുള്ള, അതെ. വലുതായ, അതെ. ആ പെണ്ണിനെ എനിക്ക് കെട്ടിച്ചേരുന്നു. ഒരു പെണ്ണിൻ്റെ മുഖത്ത് കറുത്ത കുത്തുണ്ടെങ്കിൽ തന്നെ കല്യാണം കഴിക്കാൻ മടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നിങ്ങൾ എന്താ ഇപ്പം ചോദിക്കണത്? എനിക്ക് കെട്ടിച്ചേരിയത്. വലിയ മഹറ എമൗണ്ട് പറഞ്ഞു. തരാന്ന് പറഞ്ഞു. അങ്ങനെ കെട്ടി കല്യാണം കഴിച്ച് ഈ ഭാര്യനെ നോക്കി, അസിലാണോ ഫറാണോ, 2 തല ഒറിജിനലാണോ അല്ലാതെ അങ്ങനെ മസാലക്ക് എഴുതി, ഇങ്ങനെ എഴുതി മഹർ ഫുള്ള് ഭാര്യയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, മോളിതെടുത്തോളി, എനിക്ക് വേറെ ഭാര്യയുണ്ട്, ഞാൻ മോളെ തൊലാക്കില്ലി തരാം. പിന്നെ ഞാൻ ഈ മസാല കോടിക്കണക്കിന് എൻ്റെ ശേഷമുള്ള മോമിനിങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതുമ്പോൾ ഹറാം എന്നെ കണ്ടിട്ട് എഴുതാൻ പാടില്ലല്ലോ. ആ ഹറാമില്ലാതെ ഹലാലായ നോട്ടുണ്ടാവാനാണ് ഞാനിത് മോളെ കല്യാണം കഴിച്ചത്. എൻ്റെ മഹർ നഷ്ടമായാലും കുഴപ്പമില്ല. ഈ ഷാഫി ഇമാമിൻ്റെ മുമ്പിലേക്കല്ലേ നമ്മൾ ആഖിറത്തിൽ പോകേണ്ടത്? അല്ലേ? അല്ലേ? അല്ല കൂട്ടുകാരെ, നമുക്ക് നല്ല സൂക്ഷ്മത ഉണ്ടാണ്. മുഹമ്മദ് ബിൻ ഹസൻ എന്ന് പറയുന്ന ഒരു കുട്ടി, ചെറിയ കുട്ടി, അമ്രതാണ്. അമ്രത് എന്ന് പറഞ്ഞാൽ താടി മീശി മുളക്കേണ്ട ആ പ്രായത്തുന്ന സൗന്ദര്യമുള്ള കുട്ടികൾ, ആൺകുട്ടികൾ ദർസിൽ വന്നു. അത്തരം കുട്ടികളെ വികാരത്തോടെ എന്തായാലും നോക്കരുത്, വികാരം ഇല്ലെങ്കിൽ തന്നെ നോക്കരുത്, അത് പാടില്ലാത്തതാണെന്ന് എല്ലാ അയിമത്തും എഴുതി വെക്കുന്നുണ്ട്. അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ ദർസിലേക്ക് ആ കുട്ടി വന്നപ്പോൾ കുട്ടിനോട് പറഞ്ഞു, ആ തൂണിൻ്റെ വേക്കിലിരുന്നാൽ മതി, ദർസിൽ നേരെ എൻ്റെ ഫേസ് ടു ഫേസ് ഇരിക്കരുത്. അങ്ങനെ ദർസൊക്കെ നടത്തി കുറേ കാലമായി. ആരോ ഒരു ബണ്ടിൽ ഓഫ് ചീർപ്പ്, ഒരു കൊട്ട ചീർപ്പ് കൊണ്ട് കൊടുത്തു ഹദിയായിട്ട്. സീനിയർ മുത്താലിമിനെ വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാവർക്കും കൊടുത്തേക്ക്. എല്ലാവർക്കും കൊടുത്തു. എല്ലാവർക്കും കൊടുത്തോ? മുഹമ്മദ് ബിൻ സലമത്ത് തങ്ങൾക്ക് കൊടുത്തിട്ടില്ല. ഓർക്ക് എന്തിനാ കൊടുക്കുന്നത്? ഒരു ചെറുതല്ലേ, താടി മീശയൊന്നും മുളക്കാത്ത ഒരാൾക്ക് എന്തിനാ കൊടുക്കുന്നത്? പക്ഷെ അത് ഓർക്ക് താടി മീശയെല്ലാം മുളച്ചിട്ട് എത്ര മാസമായി എന്ന് പറഞ്ഞാൽ കൊല്ലങ്ങളായിട്ട് ദർസിൽ വരുന്ന ഈ ശിഷ്യൻ്റെ താടി മീശി മുളച്ചിട്ടില്ല എന്ന് കരുതിയിട്ട് ഡെയിലി ദർസിൽ വരുന്ന കുട്ടീൻ്റെ മുഖത്ത് ഉസ്താദ് നോക്കിയില്ല. ഈ അബൂ ഹനീഫ തങ്ങളുടെ മുമ്പിലേക്കല്ലേ കൂട്ടുകാരെ നമ്മൾ പോകേണ്ടത്?
ഈ മൊബൈൽ കൊണ്ട് നമുക്ക് സ്വർഗ്ഗമാണോ നരകമാണോ എന്ന് വേറെ ആരോട് ചോദിക്കാണ്ട് നമ്മളോട് ചോദിച്ചാൽ തന്നെ ഉത്തരം കിട്ടും. ഹറാമില്ലാത്തൊരു ജീവിതം. കണ്ണാണ് ശരിക്ക് ഒരു മനുഷ്യനെ നന്നാക്കുന്നതും മോശമാക്കുന്നതും. ഗസാലി ഇമാം അത് മിൻഹാജുൽ ആബിദീനിൽ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ നന്നാവാൻ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് കണ്ണാണ്, വേറെ ഒന്നുമല്ല, കണ്ണാണ്. ഒരാൾ കണ്ണിനെ ശരിക്കും സംരക്ഷിച്ചാൽ 70% മുത്തഖയാവും, ബാക്കി 30 ഓട്ടോമാറ്റിക് കിട്ടും. മൻ തസവ്വജ ബിംറഅത്തിൻ, ഒരു പെണ്ണിനെ ഒരാൾ കല്യാണം കഴിച്ചാൽ ഫഖദ അഹ്റസ സുലുസൈ ദീനി, അയാൾ ഏകദേശം 70% നന്നാകും. അങ്ങനെ കല്യാണം കഴിച്ച ഒരാൾ 70% നന്നാല് അങ്ങനെ ഉണ്ടാവോ? ആയിരിക്കാ സംശയം? ചെറുപ്പക്കാർക്കാണോ? വരി യാ മഅ്ശറ ശബാബ്, വരിയാടോ ചെറുപ്പക്കാർ വരി. മനിസ്തതഅ മിൻകുമുൽ ബാഅ, നിനക്ക് ചെലവ് കൊടുക്കാൻ ക്യാഷൊക്കെ ഉണ്ട്, ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ഫല്യതസവ്വജ്, വേഗം കല്യാണം കഴിച്ചോളി. PG തീരട്ടെ, ഡിഗ്രി കഴിയട്ടെ എന്നല്ല, വേഗം കല്യാണം കഴിച്ചോളി. ഫഇന്നഹു അഗല്ലു ലിൽ ബസർ, കല്യാണം കഴിച്ചാലുള്ള ബെനിഫിറ്റ് കണ്ണ് നന്നാവും. ഈ ഹദീസിൽ പറഞ്ഞത് കല്യാണം കഴിച്ചാൽ കണ്ണ് നന്നാവും, ഈ ഹദീസിൽ പറഞ്ഞത് കല്യാണം കഴിച്ചാൽ 70% നന്നാവും. കണ്ണ് നന്നായാൽ 70% നന്നാവും. ക്ലോസ് യുവർ ഐസ്, കണ്ണ് പൂട്ടു, സൂഫിയാവും, നന്നാവും. കണ്ണുകൊണ്ട് ഒരു ഹറാമും കാണരുത്. ഹിജാബ് ഇട്ടതാണെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ നോക്കരുത്. വുമൻസ് കോളേജിൻ്റെ ആഡ് കാണും, പരസ്യം, ഹിജാബ് ഇട്ട് കണ്ണൊക്കെ തുറന്നിട്ടുള്ള, അതിലേക്ക് പോലും നോക്കാതെ നമ്മുടെ കണ്ണിനെ നല്ലോണം സംരക്ഷിക്കണം. എങ്കിൽ മൻ നളറ ഇലാ മഹാസിനി ഇംറഅത്തിൻ, ഒരു പെണ്ണിന്റെ ഭംഗിയിലേക്ക് നീ നോക്കിപ്പോയി, ഫഗല്ല ബസറഹു, ഉടനെ തന്നെ നീ ക്ലോസ് ചെയ്തു. ഹി ഹാസ് ക്ലോസ്ഡ് ഹിസ് ഐസ് ഇൻ ദി ഫസ്റ്റ് സൈറ്റ്, ആദ്യ കാഴ്ചയിൽ തന്നെ അയാളെ കണ്ണ് ഒറ്റപ്പൂട്ടല്. എങ്കിൽ മോനെ അഹ്ദസഹുല്ലാഹു ഫീ ഖൽബിഹി ഹലാവത ഇബാദത്തിൻ, നീ ചെയ്യുന്ന ഇബാദത്തിനൊക്കെ ഭയങ്കര രസമായിരിക്കും. നീ ദ്വാർക്കുമ്പോൾ കണ്ണിന് ഇങ്ങനെ വെള്ളം വരുന്നതാണ്. എന്തിനാ നീ കരയുന്നത് നിനക്ക് തന്നെ അറിയില്ല. ചില ആളെ കണ്ടിട്ടില്ലേ, അസ്സലാമു അലൈക്കും യാ ഷഹ്റ റമളാൻ എന്ന് പറയുമ്പോൾ ഓർക്ക് അർത്ഥം തീരിട്ടൊന്നുമല്ലോ, ഓർ ഇങ്ങനെ കരയും. പ്രായമുള്ളവർ കരയുന്നാണെന്നില്ലേ, ബുർദയിലും കരയും, ഓർക്ക് അതിൻ്റെ അർത്ഥമൊന്നും അറിയില്ല, ഓർക്ക് ഇങ്ങനെ കരച്ചിൽ വരും. അതൊരു ആത്മീയതയുടെ അടയാളമാണ്. ചില ആളെ നിസ്കരിക്കുമ്പോൾ തന്നെ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ അല്ലാഹു ഉണ്ടാകും. സഹീൽ ഇബ്നു അബ്ദില്ലാഹി തുസ്തരി തങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ മുന്നോട്ടേക്ക് പോയി, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വേഗോട്ടെന്നെ വന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് ആരോ ചോദിച്ചു, എന്താ? അത് സ്വർഗത്തിന്റെ മുന്തിരിയുടെ കുലകൾ ഇങ്ങനെ കാണുക, ഞാനത് തിന്നാലോ എന്ന് കരുതിയതാണ്. പിന്നെ വിചാരിച്ചു വേണ്ട, എന്തായാലും പോണ്ടല്ലേ സ്വർഗത്തിൽ, അവിടെ എത്തിയിട്ട് തിന്നാം. ഇതൊക്കെ മനുഷ്യന്മാരുടെ ചരിത്രങ്ങളായി പറയണത്. ഇബാദത്തിന് രസം അല്ലാഹു കൊടുക്കും. ഈ ഹദീസിൽ പറഞ്ഞ പ്രയോഗം കണ്ടോ, മൻ നളറ, ആരെങ്കിലും നോക്കിപ്പോയാൽ, ഇല മഹാസിനിംറഅത്തിൻ, മഹാസിൻ ജംആണ്, പ്ലൂരലാണ്, പെണ്ണിന്റെ ഭംഗികളിലേക്ക്. എന്താ പെണ്ണിന്റെ ഭംഗികൾ? പെണ്ണിന്റെ ശരീരം ഭംഗികളേതാ? പെണ്ണിന്റെ ചിത്രം. അപ്പൊ നീ ഒരു ബൈക്ക് നിർത്തിയിട്ട് നിന്റെ സുഹൃത്തിൻ്റെ ബൈക്കുകാരനവിടെ നിർത്തിച്ചിട്ട് വർത്താനം പറഞ്ഞ ഓൻ്റെ ബൈക്കിലിരിക്കുന്ന ആ ഭാര്യനെ നോക്കി പോകാൻ സാധ്യത ഉണ്ടെങ്കിൽ ഹോണ് മാത്രം അടിച്ചിട്ട് ഒറ്റ പോക്കുക. മൻ നളറ ഇലാ മഹാസിനി ഇംറഅത്തിൻ ഫഗല്ല ബസറ, ക്ലോസ് യുവർ ഐസ്. അതാണ് ഇന്നത്തെ ക്ലാസിൻ്റെ ആശയം, ക്ലോസ് യുവർ ഐസ്. ഈ കണ്ണ് പൂട്ടാൻ JCBയുടെ മറ്റ് സിസ്റ്റം ഒന്നും വേണ്ട, വേറെ കവർ വേണ്ട, ഡിസ്പോസിബിൾ സിസ്റ്റങ്ങളൊന്നും വേണ്ട. കണ്ണിൻ്റെ പോളകൾ തന്നെ അള്ളാഹു അവിടെ തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ടാകും. നമ്മുടെ മൈൻഡാണ് ഓക്കെ ആവേണ്ടത്. കണ്ണ് പൂട്ടുക. ഒരു ഹറാം ഇങ്ങനെ പോകുമ്പോൾ പൂട്ടാൻ വേറെ ഒന്നും, ലോക്ക് ചാവി വേണ്ടടോ, നിനക്ക് ഞാൻ തന്നെ വെച്ചിട്ടുണ്ട് മേലെ ഒരു കൺപോള. നീ ഒന്ന് മനസ്സോട് തീരുമാനിക്കുക. അത് നടക്കോ എന്നാണ് ചോദ്യമെങ്കിൽ, ഹജ്ജിന് പോയിട്ട് തിരിച്ചു വന്ന ഒരാൾ പറയുന്നുണ്ട്, ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അവിടെ ഉണ്ടായിട്ട് ഒറ്റ പെണ്ണിനെ ഞാൻ ജീവിതത്തിൽ ഹജ്ജിന് പോയ ഘട്ടങ്ങളിലൊന്നും കണ്ടിട്ടില്ല. കണ്ടോ? അപ്പോൾ നമ്മളൊരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ എൻ്റെ പെങ്ങളോ എൻ്റെ ഭാര്യയോ കറി എടുക്കാൻ വേണ്ടി ഇപ്പുറത്തേക്ക് പോയി, കണ്ടുപോയി. ഇനി അങ്ങോട്ടേക്ക് എന്നെ സോഫ മേലെ ഇരുന്നിട്ട് നോക്കിയാൽ അവൾ തിരിച്ചു നടക്കുന്നത് കാണുമെങ്കിൽ ഫഗല്ല ബസറഹു, ക്ലോസ് യുവർ ഐസ്. അതാണ് നമ്മുടെ ഒരു ആത്മീയത. എത്ര കാലമായി ഈ തെറ്റ് ചെയ്തിട്ട് നടക്കല്? ഒരു കാലത്ത് നമ്മൾ മരിക്കണ്ടല്ലേ? ഈ മൊബൈലിൽ ഹറാമ് കാണുക എത്ര കാലം? ഈ ഹറാമൊക്കെ കാണുമ്പോൾ ആകെയുള്ളൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ മൊബൈലിൽ നിന്ന് ഒരാൾ ഹറാമ് കാണുന്നുണ്ടെങ്കിൽ അതിലൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഹറാമ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധം അയാൾക്കുണ്ട്, എന്നിട്ടുമാണ് അയാൾ തെറ്റ് ചെയ്യുന്നെങ്കിൽ അതൊരു ധിക്കാരല്ലേ? അള്ള കണ്ടാലെന്നാ? അള്ള കാണുന്നുണ്ട് അയാളെ മനസ്സിലുണ്ട്.
എന്നിട്ടും അയാൾ തെറ്റ് ചെയ്യുന്നെങ്കിൽ അത് ധിക്കാരല്ലേ? അള്ള കണ്ടാലെന്നാ? അല്ലെങ്കിൽ പിന്നെ വേറെ ഒറ്റ ഒരു ഓപ്ഷനും കൂടി ഉള്ളൂ. അതെന്താ? അള്ളാഹു കാണുന്നില്ല. എന്തുകൊണ്ട്? വാതിലടച്ചിട്ടുണ്ട്, കുറ്റി ഇട്ടിട്ടുണ്ട്, പിന്നെ എങ്ങനെ അള്ള കാണല്? പിന്നെ ഞാൻ മൊബൈലിൽ കണ്ടപാട് ഡിലീറ്റ് ആക്കുന്നുണ്ടല്ലോ. പിന്നെ എൻ്റെ ഫോണിൽ ലോക്കുമാണ്, നമ്പർ ലോക്കും ഉണ്ട്, ഫിംഗർ പ്രിൻറ്റും ഉണ്ട്, ലൈറ്റ് ഓഫ് ആക്കിയിട്ടും ഉണ്ടല്ലോ. പിന്നെ എങ്ങനെ അള്ള കാണല്? ഈ ചങ്ങായി 7ാം വയസ്സിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പഠിച്ചൊരു വരി ഇപ്പോഴും തുടക്കം ചൊല്ലിയാ ബാക്കി ചൊല്ലും. സമീഉനിൽ ബസീറു വൽ മുതകല്ലിമു ലഹു സിഫാത്തുൻ സബഅത്തുൻ തന്തലിമു ഫഖുദ്റത്തുൻ ഇറാദത്തുൻ സംഉൻ ബസ്. മുപ്പര് ചൊല്ലും. അതിലെന്താ പറയണത്? അൽ ബസീർ, എല്ലാം കാണുന്നവൻ. രാത്രിയിൽ നാട്ടപ്പാതിരാക്ക് കറുത്ത പാറയുടെ മുകളിലൂടെ പോകുന്ന ഒരു കറുത്ത ഉറുമ്പിന്റെ 2 കാലുകൾക്കിടയിലുള്ള ഗ്യാപ്പ് എത്രയാണെന്ന് വരെ അള്ളാഹ്ക്കറിയാം. അങ്ങനെയാണ് ഈ 4ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചത്. അന്ന് വയസ്സ് എനിക്ക് 7 ഇപ്പൊ എത്ര വയസ്സ്? 17 വയസ്സ്, 17 ക്ലാസ് +2. ഇപ്പൊ അള്ളാഹ്ക്ക് കാഴ്ചയില്ലേ? 10 കൊല്ലം കൊണ്ട് പോയാ. അള്ളാഹുവിനെ നീ കാഴ്ചയില്ലാത്ത അള്ളാഹുവായിട്ടാണോ വിശ്വസിക്കണത്? പിന്നെ എങ്ങനെയാ മുസ്ലിമായിട്ട് മരിക്കല്? അപ്പോൾ ഈ റമദാനോടെ നമ്മൾ ക്ലാസ് യുവർ ഐസ്, കണ്ണ് പൂട്ടി ജീവിക്കുന്നു. ചില മഹാന്മാരെ ആൾക്കാർ വിളിക്കൽ എന്നെ അന്ധന്ന, കാരണം അവരെപ്പം കണ്ണൂട്ടിട്ടുണ്ടായാലും. ഇത് ഏതോ വഴിയിൽ നിന്ന് ഒരു അന്യപെണ്ണിനെ കണ്ടുപോകുന്നല്ല, എവിടെയോ ഉള്ള അതിനെ നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് വിളിച്ചു വരുത്താം. എന്തൊരു ധിക്കാരത്! അതൊക്കെ പൊറപ്പിച്ച് നമ്മുടെ ജീവിതം ശുദ്ധിയാവാനാണ് ഇത്തരത്തിലുള്ള സംരംഭങ്ങളൊക്കെ സംഘടന ആവിഷ്കരിക്കുന്നത്. അള്ളാഹു നമ്മളെ എല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ.